പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഓഫീസർമാരെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ CDP കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മൂന്നാമത്തെ വെബിനാറാണ് ഇന്ന് 13/9/2020 വൈകുന്നേരം 7:30 സൂം പ്ലാറ്റ്ഫോമിൽ വെച്ച് നടത്തപ്പെടുന്നത്. കഴിഞ്ഞ 2 വെബിനാറുകളും നമ്മെ സംബന്ധിച്ച് വൻ വിജയമായിരുന്നു. അതിൽ നമ്മുടെ രണ്ടാമത്തെ വെബിനാറിൽ ചർച്ച ചെയ്ത LT സർവീസ് കണക്ഷൻ നടപടിക്രമങ്ങളെ കുറിച്ചായിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇന്നത്തെ സെഷൻ, അതായത് HT സർവീസ് കണക്ഷൻ നടപടിക്രമങ്ങളെ കുറിച്ച് ഉള്ള ഒരു സെഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സെഷൻ നമുക്ക് കൈകാര്യം ചെയ്തു തന്നിട്ടില്ല ACB ഓഫീസേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് സോണൽ സെക്രട്ടറിയും CAC മെമ്പറും അതുപോലെ തന്നെ കണ്ണൂർ സർക്കിളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായിട്ടുള്ള ജയപ്രകാശ് സാറാണ് ഇന്നത്തെ സെഷനും കൈകാര്യം ചെയ്യുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സജീവമായിട്ടുള്ള ഒരു ആസ്വാദനത്തിന് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജയപ്രകാശ് സാറിനെ ക്ഷണിക്കുകയാണ്. ഓവർ ടു ഫാക്കൽറ്റി. സുഹൃത്തുക്കളെ, ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? അതെ. നമ്മുടെ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കണ്ണൂർ ജില്ല നടത്തുന്ന മൂന്നാമത്തെ വെബിനാറാണിത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ ചർച്ച ചെയ്ത വിഷയത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കഷനിലേക്ക് പോകുന്നത്. ഇവിടെ ഈ വെബിനാർ നടന്നതിന് ശേഷം, സർവീസ് കണക്ഷന്റെ നടപടിക്രമങ്ങളുടെ ഒന്നാമത്തെ ഭാഗത്തിന്റെ വെബിനാർ നടന്നതിന് ശേഷം പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് സംശയങ്ങൾക്ക് നമ്മുടെ ജില്ലാ കമ്മിറ്റി മറുപടി നൽകിയിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് ഒരു സർവീസ് കണക്ഷന്റെ നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മുടെ സമൂഹത്തിൽ വൈദ്യുതി എല്ലാവർക്കുമുള്ള അവകാശമാണ്. ഇന്ത്യയിലാകെ വൈദ്യുതിക്കുള്ള അവകാശം മനുഷ്യാവകാശമായിട്ട് ഇനിയും അംഗീകരിച്ചിട്ടില്ല എങ്കിലും നമുക്ക് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഗവൺമെന്റ് വലിയ ഇച്ഛാശക്തിയോടുകൂടി എല്ലാവർക്കും വൈദ്യുതി എന്നുള്ള കാര്യം പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശ്രമങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് കൂടിയാണ് ഈ പ്രോഗ്രാം. വൈദ്യുതി ലഭിക്കുന്നതിനുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ ഒക്കെ നീക്കിക്കൊണ്ട് എല്ലാവർക്കും വൈദ്യുതി എന്ന അവകാശം സാധ്യമാക്കാനുള്ള പ്രവർത്തനത്തിൽ കേരള ഗവൺമെന്റും സംസ്ഥാന വൈദ്യുതി ബോർഡും മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ ദിശാബോധം നൽകിക്കൊണ്ട് വൈദ്യുതി മേഖലയിലെ ഓഫീസേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഓഫീസർമാരുടെ സംഘടനയായ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ ഈ മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെയുള്ള ഊർജ മേഖലക്ക് ദിശാബോധം പകരുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു ചർച്ചയെയും ഈ വെബിനാറിനെയും നമ്മൾ കാണുന്നത്. ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സപ്ലൈ കോഡാണ് നമ്മൾ പറഞ്ഞു
ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന സപ്ലൈ കോഡാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന അടിസ്ഥാന ഘടകമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ സപ്ലൈ കോഡിലെ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഭാഗമായിക്കൊണ്ട് പലരും ചോദിച്ച സംശയങ്ങൾ ഉള്ള ഭാഗം എന്നുള്ള രീതിയിൽ ഞാൻ സപ്ലൈ കോഡിന്റെ റെഗുലേഷൻ 11 പോവുകയാണ്. റെഗുലേഷൻ 11 എന്നത് നമുക്കൊക്കെ അറിയാം, ഒരു LT കണക്ഷന്റെ കണക്റ്റഡ് ലോഡ് അതുപോലെ ഡിമാൻഡിനുമുള്ള പരിധിയാണ് റെഗുലേഷൻ 11 നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുവിൽ കോൺട്രാക്ട് ഡിമാൻഡ് അല്ലെങ്കിൽ കണക്റ്റഡ് ലോഡ് 100 kVA എന്ന നിലയിലാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് ഇളവുകൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നൽകിയിട്ടുണ്ട്. ആ ഇളവുകളാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചു പോകുന്നത്. ഒന്നാമത്തേത് 2/3/2005, അതായത് പഴയ സപ്ലൈ കോഡ് നിലവിൽ വരുന്ന സമയത്ത് 100 kV കണക്റ്റഡ് ലോഡ് ഉള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് ഉള്ള കോൺട്രാക്ട് ഡിമാൻഡോ കണക്റ്റഡ് ലോഡോ ഉയർത്താൻ ആവശ്യപ്പെടുന്നത് വരെ അതേ കണക്റ്റഡ് ലോഡിൽ തുടരാൻ അനുവദിച്ചുകൊണ്ടുള്ളതാണ് ഒന്നാമത്തെ ഇളവ്. അപ്പോൾ ആദ്യം റെഗുലേഷൻ വരുന്നതിന് സപ്ലൈ കോഡ് 2005 നിലവിൽ വരുന്ന തീയതിയിൽ അവർക്കുള്ള ഉയർന്ന കണക്റ്റഡ് ലോഡ്, ആ ഉയർന്ന കണക്റ്റഡ് ലോഡ് നിലനിർത്തിക്കൊണ്ട് അവർക്ക് LTയിൽ തുടരാൻ കഴിയും. രണ്ടാമത്തേത് ഡിമാൻഡ് ബേസ്ഡ് ബില്ലിംഗ് താരിഫ് സ്വീകരിച്ചവർ, അതായത് ഡിമാൻഡ് ബേസ്ഡ് ബില്ലിംഗ് താരിഫ് സ്വീകരിച്ചവർ അവരുടെ കണക്റ്റഡ് ലോഡ് എത്ര തന്നെ ആയാലും കണക്റ്റഡ് ലോഡ് പരിധി നിശ്ചയിക്കാതെ കോൺട്രാക്ട് ഡിമാൻഡ് 100 kVAയിൽ താഴെയാണെങ്കിൽ LTയിൽ തുടരാൻ കഴിയും, പുതിയ LT കണക്ഷൻ നൽകാനും കഴിയും. 2020 വന്നിട്ടുള്ള അമെൻമെന്റിലോട് കൂടി ഇത് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം പുതിയ LT കണക്ഷന്റെ കണക്റ്റഡ് ലോഡ് പരിധി, കോൺട്രാക്ട് ഡിമാൻഡിന്റെ പരിധി 100 kVA എന്ന് പറയുന്നെടുക്ക, കോൺട്രാക്ട് ഡിമാൻഡ് ബേസിൽ ബില്ല് ചെയ്യുന്നവർക്ക് കണക്റ്റഡ് ലോഡിന് പരിധിയില്ല എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് സംശയമില്ലാത്ത രീതിയിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. കണക്റ്റഡ് ലോഡ് കൂടിയാലും 100 kVAയിൽ കൂടിയാലും നമുക്ക് LT കണക്ഷൻ തന്നെ ആവശ്യമെങ്കിൽ, ഉപഭോക്താവിന് ആവശ്യമെങ്കിൽ നൽകാൻ കഴിയും. മൂന്നാമത്തെ കാര്യം 2/3/2005, അതായത് സപ്ലൈ കോഡ് 2005 നിലവിൽ വരുന്ന സമയത്ത് 150 kVA വരെ കണക്റ്റഡ് ലോഡോ കോൺട്രാക്ട് ഡിമാൻഡോ ഉള്ള ആളുകൾക്ക് അവ വീണ്ടും ഉയർത്താൻ ആവശ്യപ്പെടുന്നത് വരെ അതേ കോൺട്രാക്ട് ഡിമാൻഡിലോ കണക്റ്റഡ് ലോഡിലോ തുടരാൻ കഴിയും. അതായത് കോൺട്രാക്ട് ഡിമാൻഡ് 100-ന് മേലെയുണ്ട്, കണക്റ്റഡ് ലോഡ് 100-ന് മേലെയുണ്ട്. അവർ 2/3/2005 മുമ്പേ സർവീസ് കണക്ഷൻ ഉള്ള ആളാണെങ്കിൽ അവർക്ക് ആ കണക്റ്റഡ് ലോഡും കോൺട്രാക്ട് ഡിമാൻഡും അങ്ങനെ ഉണ്ടെങ്കിൽ അതേ നിലയിൽ തുടരാൻ കഴിയും. അതായത് കോൺട്രാക്ട് ഡിമാൻഡ് പോലും 100 kVAക്ക് മേലെയായിട്ട് അത്തരം ഉപഭോക്താക്കൾക്ക് ഇപ്പോഴും തുടരാൻ കഴിയും. പക്ഷേ കോൺട്രാക്ട് ഡിമാൻഡ് 100 kVAയിൽ കടക്കുമ്പോൾ അതിന് ലോ വോൾട്ടേജ് സർചാർജ്, കമ്മീഷൻ നിശ്ചയിക്കുന്ന ലോ വോൾട്ടേജ് സർചാർജ് നൽകിക്കൊണ്ടിരിക്കണം. അപ്പൊ നാലാമത്തേത് മൾട്ടി സ്റ്റോറി ബഹുനില കെട്ടിടങ്ങൾക്ക് ആ കെട്ടിടം നിർമ്മിച്ച വ്യക്തി, ആ നിർമ്മാതാവ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായിട്ടുള്ള ഇന്റേണൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം പൂർണ്ണമായും സജ്ജമാക്കി നൽകുകയാണെങ്കിൽ, സ്വീയ റെഗുലേഷൻ പ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അതിന്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നൽകുകയാണെങ്കിൽ അത്തരം ബഹുനില കെട്ടിടങ്ങളിലും 100 kVA എന്നുള്ള പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് കണക്ഷൻ നൽകാൻ കഴിയും. LT കണക്ഷൻ 100 kVAക്ക് മുകളിലും നൽകാൻ കഴിയും. പിന്നെ ഇപ്പൊ പറഞ്ഞ 2020 വന്ന ഭേദഗതിയോടുകൂടി പുതിയൊരു കാര്യം ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്, വ്യവസായ പാർക്കിലോ അതുപോലെ വ്യവസായ എസ്റ്റേറ്റിലോ പെടുന്ന സ്ഥലങ്ങളിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ ട്രാൻസ്ഫോമർ പോയിന്റിൽ തന്നെ മീറ്ററിംഗ് സംവിധാനം സാധ്യമാണെങ്കിൽ
അവർക്കും LTയിൽ കണക്ഷൻ നൽകാൻ കഴിയും. ഒരു 500 kVAയുടെ ഒരു ട്രാൻസ്ഫോമർ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ അടുത്തുണ്ട്. ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് ഒരാൾക്ക് 100 kVAക്ക് മുകളിൽ കണക്ഷൻ വേണം. ആ കണക്ഷൻ നൽകുന്നതിന് നിലവിലുള്ള ട്രാൻസ്ഫോമറിന് ശേഷിയുണ്ട്. അങ്ങനെ ശേഷിയുണ്ടെങ്കിൽ ആ നിലവിലുള്ള ട്രാൻസ്ഫോമറിൽ തന്നെ മീറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്നത്, ആ ട്രാൻസ്ഫോമറിൽ ഈ ഉപഭോക്താവിന്റെ ലേക്ക് വൈദ്യുതി നൽകുന്നതിന് മുമ്പുള്ള സംവിധാനത്തിൽ മീറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് 150 kVA വരെ LTയിൽ തുടരാം. അപ്പോൾ ഒരാളുടെ കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് 100 kVAയിൽ കടന്നാലും വൈദ്യുതി കണക്ഷൻ LTയിൽ തന്നെ നൽകാനുള്ള ഉപാധികൾ ഒന്ന് പ്രധാനമായിട്ടുള്ളത് വ്യവസായ പാർക്കിലും വ്യവസായ എസ്റ്റേറ്റിലുമാണ്. പക്ഷെ ഇവിടെ ബഹുനില കെട്ടിടങ്ങളിലാണ് ഈ പാർക്കോ എസ്റ്റേറ്റോ ഉള്ളതെങ്കിൽ ഈ വ്യവസ്ഥ അവർക്ക് ബാധകമായിരിക്കില്ല. വ്യവസായ പാർക്കിനോ അല്ലെങ്കിൽ വ്യവസായ എസ്റ്റേറ്റിനോ ഉള്ള ഈ വ്യവസ്ഥ ബഹുനില കെട്ടിടങ്ങൾക്ക് ബാധകമായിരിക്കില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നമുക്ക് റെഗുലേഷനിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചെറിയൊരു കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, സപ്ലൈ കോഡിലെ റെഗുലേഷൻ 32ഉം 35ഉമാണ്. ഇത് നമ്മൾക്ക് ഒരുപാട് സംശയങ്ങൾ ഫീൽഡിൽ ഉള്ള കാര്യമായതുകൊണ്ട് ഒന്നുകൂടി സൂചിപ്പിക്കുന്നതാണ്. സപ്ലൈ കോഡ് റെഗുലേഷൻ 32 പറയുന്നത് സപ്ലൈ നൽകുന്നതിന് മാത്രമായി ലൈനോ പ്ലാന്റോ സ്ഥാപിക്കാൻ ആവശ്യമായ ചിലവ് ആരാണോ ഈ ആവശ്യവുമായിട്ട് ലൈസൻസിയെ സമീപിക്കുന്നത് അവരിൽ നിന്നും ഈടാക്കാം എന്നാണ്. ഇപ്പോൾ ഒരു കണക്ഷൻ നൽകുന്നതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്ത് സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നാലും അതിന്റെ ചെലവ് ഈ റെഗുലേഷൻ 32 പ്രകാരം വ്യക്തിയിൽ നിന്നും ഈടാക്കാം. പക്ഷെ റെഗുലേഷൻ 35 പറഞ്ഞിരിക്കുന്നത് വിതരണ സംവിധാനത്തിന്റെ നീട്ടൽ, നിലവാരം ഉയർത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ലൈസൻസിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് ആ ലൈസൻസിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഉപഭോക്താവിലേക്ക് അത് കൈമാറണമെങ്കിൽ 1 മെഗാവാട്ടിന് മേലെ ലോഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് 35 പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കോടതിയിൽ കേസ് വരികയും കോടതിയും ഇലക്ട്രിസിറ്റി ബോർഡ് അതിൽ ആവശ്യപ്പെട്ടത്, കാരണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി നൽകുന്ന ഇത്തരം സംവിധാനങ്ങളുടെ ചെലവ് എല്ലാ വ്യക്തികൾക്കും എല്ലാ ഉപഭോക്താക്കൾക്കും ബാധകമാകുന്ന രീതിയിൽ താരിഫ് ക്രമത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരുമ്പോൾ സാധാരണ ഉപഭോക്താക്കൾ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി പണം കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യം വരും. അത് ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപഭോക്താക്കൾ അവരുടെ സ്വന്തം ചെലവിൽ തന്നെ റെഗുലേഷൻ 32 പ്രകാരം തന്നെ ആവശ്യമായ ചിലവ് ഈടാക്കാം. ചെലവ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് അത് അവരുടെ താരിഫിന്റെ ഭാഗമായിട്ട് ഈടാക്കാം എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഉപഭോക്താവിന്റെ മാത്രം താരിഫിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ചിലവ് ഈടാക്കിക്കൊണ്ട് വൈദ്യുതി നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 35 പ്രകാരമുള്ള ഓപ്പറേഷൻസ് ഈ കോടതി വിധിയോടുകൂടി പൂർണ്ണമായും നിർത്തിവെച്ച നിലയിലാണ്. കാരണം അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരു വ്യക്തിക്ക് വേണ്ടി അയാളുടെ 1 മെഗാവാട്ടിൽ താഴെയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഉള്ള സംവിധാനത്തിന്റെ ചെലവ് അത് ആ വ്യക്തി തന്നെ അടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം സപ്ലൈ കോഡിലെ റെഗുലേഷൻ 37A ആണ്. 37 എന്ന് പറയുന്നത് നമുക്കറിയാം വൈദ്യുത കണക്ഷൻ ആവശ്യമുള്ള വ്യക്തികളുടെ ആ വൈദ്യുത കണക്ഷന് വേണ്ടുന്ന ചെലവ് അടച്ചാൽ മാത്രമേ വൈദ്യുത കണക്ഷൻ നൽകേണ്ടതുള്ളൂ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വൈദ്യുത കണക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ജോലി, ആ ജോലിക്ക് ആവശ്യമായ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാം, ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാം. സൂപ്പർവിഷനോടുകൂടി ലൈസൻസിയുടെ സൂപ്പർവിഷനോടുകൂടി വർക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ആവശ്യമായ മെറ്റീരിയലും അതിന്റെ പ്രവർത്തനവും ലൈസൻസിയുടെ സൂപ്പർവിഷനോടുകൂടി ഉപഭോക്താവിന് നിർവഹിക്കാനുള്ള അനുവാദം കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് 37A. അപ്പൊ 37A വെച്ചുകൊണ്ട് നമുക്ക് ഉപഭോക്താവിന് ഇത്തരത്തിലുള്ള അനുവാദം നൽകാൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ
സപ്ലൈ കോഡിൽ അമെൻമെന്റ് വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ചിലർക്കൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് നിലവിലുള്ള നമ്മുടെ ഇന്നത്തെ പ്രധാന അജണ്ടയിലേക്ക് കടക്കാം. ചെയ്യേണ്ടുന്ന ഡോക്യുമെന്റിനെ കുറിച്ച് കഴിഞ്ഞ ആ ഡോക്യുമെന്റ് ഉൾപ്പെടെ വൈദ്യുതി ഓഫീസിൽ സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമങ്ങളെ കുറിച്ചാണ്. 75 മുതൽ 103 വരെയുള്ള റെഗുലേഷനുകൾ, സപ്ലൈ കോഡിലെ 75 മുതൽ 103 വരെയുള്ള റെഗുലേഷനുകൾ ഈ നടപടിക്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ റെഗുലേഷനിൽ വളരെ പ്രധാനപ്പെട്ടവ ചെറിയ സമയം കൊണ്ട്, നമുക്കിന്ന് വളരെ ചെറിയ സമയം കൊണ്ട് ഇത് അവതരണം അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നല്ല രീതിയിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അവതരണം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. 76 ഒരു അപേക്ഷാ ഫോറം എന്താണ്, അപേക്ഷ എന്താണ്, അപേക്ഷകൻ എന്താണെന്നൊക്കെ പൊതുവായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപേക്ഷാ ഫോറം എന്ന് പറയുന്നത് ഒരു അപേക്ഷ വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കുവാൻ ലൈസൻസി റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടി പുറപ്പെടുവിച്ചിരിക്കുന്ന അപേക്ഷാ ഫോറം. ആ അപേക്ഷാ ഫോറത്തിൽ ആവശ്യമായ കാര്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് അവ ആവശ്യമായ ഡോക്യുമെന്റുകൾ അടക്കം ചെയ്തുകൊണ്ടാണ് അപേക്ഷാ ഫോറം ആയി മാറുന്നത്. അത് പണം അടക്കുന്നതിന് തൊട്ട് മുൻപ് എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതൊരു അപേക്ഷാ ഫോറമായിട്ട് മാറും. അങ്ങനെ ഒരു അപേക്ഷാ ഫോറം നമ്മുടെ ഓഫീസിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന നടപടിക്രമങ്ങൾ, അതിന്റെ സമയക്രമങ്ങൾ എന്നിവയാണ് നമുക്ക് പരിശോധിച്ചു പോകേണ്ടത്. നമുക്ക് അറിയാം, ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു അപേക്ഷകൻ നമ്മുടെ വൈദ്യുത ഓഫീസിൽ കടന്നു വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അപേക്ഷാ ഫോറം ഉണ്ടെങ്കിൽ ആ അപേക്ഷാ ഫോറം വാങ്ങിച്ച് പ്രാഥമികമായ പരിശോധന നടത്തി ആ പരിശോധനയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മകൾ രേഖാമൂലം എഴുതി നൽകേണ്ടതുണ്ട്. നമ്മുടെ ഓഫീസ് പരിശോധിച്ചു നോക്കണം. ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ, അപേക്ഷാ ഫോറം വന്നു കഴിഞ്ഞാൽ ആ അപേക്ഷാ ഫോറം പ്രാഥമിക പരിശോധന. എന്താണ് പ്രാഥമിക പരിശോധന? നമ്മുടെ അപേക്ഷാ ഫോറത്തിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ട കോളങ്ങളുണ്ട്. ആ മാൻഡേറ്ററി ആയിട്ട് വേണ്ട കോളങ്ങൾ അപേക്ഷാ ഫോറത്തിൽ പൂരിപ്പിച്ചിട്ടുണ്ടോ? അപേക്ഷാ ഫോറത്തിൽ അപേക്ഷകൻ ഒപ്പിടേണ്ടതുണ്ട്, അത് ഒപ്പിട്ടിട്ടുണ്ടോ? അപേക്ഷാ ഫോറത്തിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള സ്റ്റാമ്പ് പതിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്, അത് വെച്ചിട്ടുണ്ടോ? അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ട 2 ഡോക്യുമെന്റുകൾ, ആവശ്യമായ ഡോക്യുമെന്റുകൾ, ഓണർഷിപ്പിന്റെ പ്രൂഫ്, ID പ്രൂഫ്, ഇത് രണ്ടും ഉണ്ടോ? ഈ പ്രാഥമികമായ പരിശോധന നടത്തി ഇതിൽ എന്തേലും കുറവുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എഴുതി ഉപഭോക്താവിനെ അറിയിക്കേണ്ടതുണ്ട്. പരമാവധി അപേക്ഷ വരുമ്പോൾ തന്നെ അപ്പൊ തന്നെ ഇതിന്റെ വിവരങ്ങൾ രേഖാമൂലം എഴുതി ഉപഭോക്താവിനെ അറിയിക്കുകയാണ്. ഇനി പോരായ്മയൊന്നും ഇല്ല എങ്കിൽ അപ്പൊ തന്നെ കൈപ്പറ്റ് രസീത് നൽകണം. അപേക്ഷാ ഫോറത്തിന്റെ ഭാഗമായി തന്നെ റെസിപ്റ്റ് കൂടി നമ്മുടെ ലഭ്യമാണ്. അപ്പൊ ആ കൈപ്പറ്റ് രസീത് നൽകിക്കൊണ്ടായിരിക്കണം ഉപഭോക്താവിനെ അല്ലെങ്കിൽ ആ അപേക്ഷകനെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിടേണ്ടത്. നമ്മുടെ ഓഫീസിൽ നിർബന്ധമായും പാലിക്കേണ്ടുന്ന ഒരു സംവിധാനമാണ്. ഏതൊരു അപേക്ഷകൻ ഓഫീസിൽ വന്നാലും അവർക്ക് ഓഫീസ് പ്രവൃത്തി സമയമാണെങ്കിൽ അപേക്ഷ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശം ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തെ, ആ അവകാശത്തെ കവർന്നെടുക്കുന്ന ഒരു നടപടിയും നമ്മുടെ ഒരു ഓഫീസിലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അപേക്ഷ പരിശോധിക്കുക, പരിശോധിച്ചതിന് ശേഷം പോരായ്മകൾ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇനി ഇവിടെ റെഗുലേഷനിൽ പറയുന്നത് എന്താ? ഈ പോരായ്മയുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പായി ഈ അപേക്ഷയുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് ഒരു ബുക്കിൽ എഴുതി വെക്കണം. ആ മിനിമം ഡാറ്റ, അപേക്ഷയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം അത് തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരു ഓഫീസിൽ നിന്നും ഒരു അപേക്ഷ മടക്കിയിട്ടുണ്ടെങ്കിൽ അത് 2 പേരുടെ കയ്യിലും അതിന്റെ
കാരണങ്ങൾ ഉണ്ടാവും. അപേക്ഷകന്റെ കയ്യിൽ എന്തുകൊണ്ട് അപേക്ഷ മടക്കി എന്ന കാരണം നമ്മൾ എഴുതി നൽകിയിട്ടുണ്ടാവും. നമ്മുടെ രജിസ്റ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ എന്തുകൊണ്ട് അപേക്ഷ മടക്കി എന്ന് എഴുതി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അപേക്ഷ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടാവും. ഇനി അപേക്ഷ ലഭിച്ചു. അപേക്ഷ ലഭിച്ചാൽ നമ്മൾ ചെയ്യേണ്ടുന്ന നടപടികൾ: ഒന്ന്, പരിശോധന നടത്തണം. പരിശോധന നടത്താൻ നിലവിൽ റെഗുലേഷൻ പ്രകാരം 5 പ്രവൃത്തി ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത്. ഒരു അപേക്ഷ കിട്ടി, പുതിയ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ കിട്ടി, 5 പ്രവൃത്തി ദിവസത്തിനകം സ്ഥല പരിശോധന നടത്തണം. ഈ പരിശോധനാ ദിവസം ഉപഭോക്താവിനെ അറിയിക്കണം. ഇന്ന ദിവസം നിങ്ങളുടെ ഇന്ന പ്രമിസസ് പരിശോധനയ്ക്ക് വേണ്ടി വരുന്നു എന്നുള്ള വിവരം ഉപഭോക്താവിനെ അറിയിച്ചിരിക്കണം. ഇനി ഉപഭോക്താവ് ആവശ്യപ്പെടുന്നു, ഞാൻ അവധി ദിവസം മാത്രം വീട്ടിലുണ്ടാവുന്ന അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന ഒരാളാണ്, അപ്പൊ അവധി ദിവസം എനിക്ക് ആ പരിശോധന നടത്തി കിട്ടണം. അങ്ങനെ പറയുമ്പോൾ അതിന് റെഗുലേറ്ററി കമ്മീഷൻ അവധി ദിവസങ്ങളിൽ ഇത്തരം പരിശോധനകൾ നടത്താൻ ആവശ്യമായ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അധിക ഫീസ് കൂടി, ആ അധിക ചാർജ് കൂടി അടച്ചു കഴിഞ്ഞാൽ അവധി ദിവസം, അയാൾ ആവശ്യപ്പെടുന്ന അവധി ദിവസം ആ പരിശോധന നടത്തി കൊടുക്കേണ്ടതുമാണ്. ഇനി അവിടെ പരിശോധനയ്ക്ക് പോയാൽ ഉപഭോക്താവ് അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉപഭോക്താവിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ ഉപഭോക്താവ് അല്ലെങ്കിൽ അപേക്ഷകനുമായി സംസാരിച്ച് ആലോചിച്ച് നമുക്ക് എവിടെയാണ് മീറ്റർ വെക്കേണ്ടത്, എവിടെയാണ് പോയിന്റ് ഓഫ് സപ്ലൈ എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവരുമായിട്ട് ആലോചിച്ച് നിശ്ചയിക്കണം. ആലോചിച്ച് നിശ്ചയിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഉപഭോക്താവ് ആഗ്രഹിക്കുന്നത് പോലെ നിശ്ചയിക്കണം എന്നല്ല. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെയുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ലൈസൻസിയുടെ ഉദ്യോഗസ്ഥന് കൺസ്യൂമറിനോട് ആലോചിച്ചുകൊണ്ടത് നിശ്ചയിക്കാം. ഇനി ഈ പരിശോധനയ്ക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോറത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾക്കപ്പുറം വളരെ പ്രാഥമികമായ വിവരങ്ങളാണ് നമ്മുടെ അപേക്ഷാ ഫോറത്തിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നത്. ആ പ്രാഥമിക വിവരങ്ങൾക്കപ്പുറം കൃത്യമായ വിലാസം, അവിടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. അതുപോലെ കണക്ഷൻ നൽകിയിരിക്കുന്ന പോസ്റ്റിന് നമ്പർ, ആ നമ്പർ രേഖപ്പെടുത്തുക. ഇങ്ങനെ അപേക്ഷ കുറച്ചുകൂടി പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഈ അപേക്ഷയിന്മേൽ സ്ഥല പരിശോധനയ്ക്ക് പോയിട്ടുള്ള ഉദ്യോഗസ്ഥന് ഉണ്ട്. അപ്പൊ ആദ്യത്തെ 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനി പരിശോധന സമയത്ത് പോരായ്മകൾ കാണാം. അങ്ങനെ പോരായ്മകൾ കണ്ടാൽ ആ പോരായ്മ ഇന്നതാണ് എന്ന് രേഖാമൂലം ഉപഭോക്താവിനെ, അപേക്ഷകനെ അറിയിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇന്ന പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് വൈദ്യുത കണക്ഷനിലെ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്തത് എന്ന് അദ്ദേഹത്തെ അറിയിക്കണം. ഇനി ഉപഭോക്താവിന് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചു. അറിയിപ്പ് ലഭിച്ചാല് അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള കാലത്തോളം ഈ അപേക്ഷ ഒരു അപേക്ഷയായിട്ട്, അപേക്ഷ ഫോറമായിട്ട് അവിടെ നിൽക്കില്ല. അത് 10 ദിവസമാണ് നമ്മൾ സമയം അനുവദിക്കുന്നത്. റെഗുലേഷൻ പ്രകാരം ഉപഭോക്താവിന് ലൈസൻസിയുടെ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിച്ച പരിമിതികൾ, പോരായ്മകൾ പരിഹരിക്കുന്നതിന് 10 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. ഈ 10 ദിവസത്തെ സമയത്തിനുള്ളിൽ ആ പരിമിതി അല്ലെങ്കിൽ പോരായ്മ പരിഹരിച്ചുകൊണ്ട് ലൈസൻസിയുടെ ഓഫീസിൽ രേഖാമൂലം വിവരം അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ രേഖാമൂലം വിവരം അറിയിക്കുന്നതിനോ അല്ലെങ്കിൽ പോരായ്മകൾ പരിഹരിക്കുന്നതിനോ സമയപരിമിതിക്കുള്ളിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ അപേക്ഷ മാറ്റിവയ്ക്കപ്പെട്ടതായി കണക്കുകൂട്ടും. തുടർ നടപടികളൊന്നും സ്വീകരിക്കാതെ 10 ദിവസത്തിനകം പരിശോധന നടത്തി നമ്മളൊരു പരിശോധനാ റിപ്പോർട്ട് അല്ലെങ്കിൽ അപാകത റിപ്പോർട്ട് അയാൾക്ക് കൊടുത്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് ആ അപേക്ഷ മാറ്റിവെച്ചതായി കണക്കുകൂട്ടും. ഇനി ഉപഭോക്താവിന് കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ ഈ 10 ദിവസത്തിനുള്ളിൽ ഉപഭോക്താവ് ലൈസൻസിയുടെ ഓഫീസിൽ, KCB ഓഫീസിൽ വന്ന് എനിക്ക് ഇത്രയും സമയം അധികം അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് റെഗുലേഷൻ അനുവാദം നൽകുന്നുണ്ട്. സമയ പരിമിതിയൊന്നും അവിടെ
സൂചിപ്പിച്ചിട്ടില്ല. എത്ര ദിവസത്തേക്ക് കൊടുക്കാം എന്നൊന്നും സൂചിപ്പിക്കുന്നില്ല. ലൈസൻസിക്ക് ബോധ്യമാകുന്ന കാരണങ്ങളാണെങ്കിൽ, നമുക്ക് ബോധ്യമാകുന്ന കാരണങ്ങളാണെങ്കിൽ അധിക സമയം അനുവദിച്ചു കൊടുക്കാൻ കഴിയും. ഇനി നേരത്തെ പറഞ്ഞ കൃത്യസമയത്തിനുള്ളിൽ ഈ ഉപഭോക്താവ്, ഈ അപേക്ഷകൻ അവിടെയുള്ള പരിമിതികൾ പരിഹരിച്ച് ലൈസൻസിയെ, വൈദ്യുതി ബോർഡിനെ നമ്മുടെ വിവരം അറിയിക്കുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ 5 പ്രവൃത്തി ദിവസത്തിനകം വീണ്ടും ഒരു പരിശോധന ഇവിടെ നടത്തണം. ആ രണ്ടാമത്തെ പരിശോധനയിൽ നേരത്തെ സൂചിപ്പിച്ച പോരായ്മ പരിഹരിച്ചിട്ടുണ്ടോ എന്നാണല്ലോ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പോരായ്മകൾ പരിഹരിച്ചതായി കാണുന്നില്ലെങ്കിൽ ആ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ ഒരു കോപ്പി അപേക്ഷകന് നൽകി, അതോടൊപ്പം തന്നെ ആ പരിശോധനയിൽ പോരായ്മകൾ നിലനിൽക്കുന്നതിനാൽ ഈ അപേക്ഷ റദ്ദ് ചെയ്തതായി, അപേക്ഷ നമ്മുടെ പ്രിവ്യൂവിൽ നിന്നും മാറ്റിവെച്ചതായി, ഒഴിവാക്കിയതായി കാണിച്ചിട്ടുള്ള ഒരു കത്ത് കൊടുക്കണം. ആ കത്തിന് ഒരു കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുകയും വേണം. അപ്പൊ അങ്ങനെ ഒരു ഉപഭോക്താവിന്റെ അപേക്ഷ നടപടിയൊന്നും സ്വീകരിക്കാതെ നമുക്ക് ഒഴിവാക്കാൻ ഉള്ള സാഹചര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിശോധനാ റിപ്പോർട്ടിൽ അപാകതകൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയ പരിശോധനാ റിപ്പോർട്ട് വേണം. ആ പരിശോധനാ റിപ്പോർട്ടിന്റെ കോപ്പി ഉപഭോക്താവിന് കൊടുത്തിരിക്കണം. അതിനുള്ള കൈപ്പറ്റ് രസീത് വാങ്ങിച്ചിരിക്കണം. ഒരു ഇന്ന കാരണത്താൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നില്ല എന്നും അപേക്ഷ റദ്ദ് ചെയ്തതായി കണക്കാക്കി എന്നുമുള്ള അറിയിപ്പും രേഖാമൂലം അയാൾക്ക് നൽകിയിരിക്കണം. ഇനി ഇങ്ങനെയെല്ലാം ലഭിച്ച, രേഖാമൂലം അറിയിപ്പ് ലഭിച്ച ഒരു ഉപഭോക്താവിന് ഒരു ഓഫീസിലാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത്. ആ ഓഫീസിന്റെ മേലധികാരിയെ, അല്ലെങ്കിൽ ആ ഓഫീസിന്റെ മുകളിൽ ചുമതലപ്പെടുത്ത ഓഫീസറെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി നൽകുവാൻ നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഏത് ഓഫീസിലും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാവുന്നതാണ്. അതിനുള്ള അവകാശം ഉപഭോക്താവിന് അല്ലെങ്കിൽ അപേക്ഷകന് നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന പരിശോധന കഴിഞ്ഞു, എല്ലാം കൃത്യമാണെന്ന് ലൈസൻസിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ചെയ്യേണ്ടത് ഇതിനാവശ്യമായ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ആ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള തുകയും ആവശ്യമായ കരുതൽ നിക്ഷേപവും, സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടയ്ക്കാനുള്ള നിർദ്ദേശം ഉപഭോക്താവിന് അല്ലെങ്കിൽ അപേക്ഷകന് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ നൽകാനുള്ള സമയക്രമം, ആ സമയക്രമം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ മെയിൻ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ദീർഘിപ്പിക്കുന്ന ജോലി ആവശ്യമില്ലാത്ത പ്രവൃത്തിയാണെങ്കിൽ അവിടെ സർവീസ് കണക്ഷൻ മാത്രം കൊടുത്താൽ മതി എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് 7 പ്രവൃത്തി ദിവസമാണ്. സപ്ലൈ കോഡിന്റെ ഈ ജനുവരിക്ക് മുമ്പ്, 2020 ജനുവരിക്ക് മുമ്പ് അവിടെ നമുക്ക് 7 ദിവസമായിരുന്നത് 7 പ്രവൃത്തി ദിവസം എന്ന രീതിയിൽ അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 7 വർക്കിംഗ് ഡേയ്സ് നമുക്ക് അവിടെ ഡിമാൻഡ് നോട്ട് കൊടുക്കാൻ വേണ്ടി അപേക്ഷാ ഫോറം ലഭിച്ചിട്ടാണ്. അപേക്ഷാ ഫോറം ലഭിച്ച് 7 പ്രവൃത്തി ദിവസം. അപ്പൊ 5 പ്രവൃത്തി ദിവസം നമ്മൾ എന്തിനു വേണ്ടി ചെലവാക്കി? ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ ചെലവാക്കി. പിന്നീട് ഇൻസ്പെക്ഷൻ 5ാമത്തെ ദിവസമാണ് ഇൻസ്പെക്ഷൻ കഴിയുന്നതെങ്കിൽ 7ാമത്തെ ദിവസം, 7 പ്രവൃത്തി ദിവസത്തിനകം പിന്നീട് 2 ദിവസം കൂടി കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് ഡിമാൻഡ് നോട്ട് നൽകിയിരിക്കണം. ഇനി ഡിസ്ട്രിബ്യൂഷൻ മെയിൻ നീട്ടൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. LT ലൈൻ ആണെങ്കിൽ 15 ദിവസത്തിനകം, HT ലൈൻ ആണെങ്കിൽ 30 ദിവസത്തിനകം, EHT ലൈൻ ആണെങ്കിൽ 45 ദിവസത്തിനകം. അപ്പോ സർവീസ് കണക്ഷൻ മാത്രമുള്ള ഒരു അപേക്ഷയിന്മേൽ ഡിമാൻഡ് നോട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഉപഭോക്താവിന് നിങ്ങൾ ഇത്ര രൂപ ഡെപ്പോസിറ്റ്, നമ്മുടെ എസ്റ്റിമേറ്റ് കോസ്റ്റ് ആയിട്ട് അടക്കണം, ഇത്ര രൂപ ഡെപ്പോസിറ്റ് ആയി നിങ്ങൾ അടക്കണം എന്ന് അറിയിക്കാനുള്ള സമയമാണ് 7 ദിവസം. LT ലൈൻ വലിക്കാനുണ്ടെങ്കിൽ 15 ദിവസം, HT ലൈൻ വലിക്കാനുണ്ടെങ്കിൽ 30 ദിവസം, EHT ലൈൻ വലിക്കാനുണ്ടെങ്കിൽ 45 ദിവസം. ഈ സമയപരിമിതിക്കുള്ളിൽ നമ്മൾ വിവരങ്ങൾ അറിയിച്ചിരിക്കണം. ഇനി അപേക്ഷകന് ഇത്തരത്തിലുള്ള അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ
15 ദിവസത്തിനകം അപേക്ഷകൻ ആ പണം അടച്ചിരിക്കണം. 15 ദിവസമാണ് അവിടെ നൽകിയിരിക്കുന്ന സമയം. അല്ലാത്ത പക്ഷം അപേക്ഷ അസാധുവാകും. അപേക്ഷ 15 ദിവസം കഴിഞ്ഞിട്ടും ഈ പറഞ്ഞിട്ടുള്ള തുക, എസ്റ്റിമേറ്റ് തുകയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അപേക്ഷകന് നമ്മുടെ ഓഫീസിൽ അടക്കാൻ, ഓൺ സംവിധാനത്തിലൂടെയോ അടക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ അപേക്ഷ അസാധുവായി കണക്കുകൂട്ടും. അങ്ങനെ അസാധുവായി കണക്കുകൂട്ടിയാൽ മാത്രം പോരാ, ആ വിവരം രേഖാമൂലം ഉപഭോക്താവിനെ അറിയിക്കുകയും വേണം. ഇനി ഉപഭോക്താവിന്, അപേക്ഷകന് ആ സമയത്തിനുള്ളിൽ പണം അടക്കാൻ കഴിയില്ല എങ്കിൽ നിശ്ചയ സമയപരിധിക്ക് മുമ്പായിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന് ഇന്ന തീയതിക്ക് അകം എനിക്ക് പണം അടക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് സമയം ദീർഘിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെടാം. ആ ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും അപേക്ഷ അസാധുവായിട്ട് പോകില്ല. ഇനി വേറെ ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടാണ് പണം നമ്മൾ സ്വീകരിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന കോസ്റ്റ് ഡാറ്റ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡാറ്റ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടുന്ന സമയത്ത് കൂടുതൽ പ്രവൃത്തി അവിടെ ആവശ്യമായി വന്നു. എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ആ ഒരു പ്രവൃത്തി നമ്മൾ കണ്ടിട്ടില്ല, അത് എസ്റ്റിമേറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. പക്ഷേ അത് ആക്ച്വൽ വർക്ക് എക്സിക്യൂഷൻ സമയത്ത് അത്തരം ഒരു പ്രവൃത്തി കൂടി വന്നാൽ മാത്രമേ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് പ്രകാരം അധിക തുക ഉപഭോക്താവ് അടക്കേണ്ടതുണ്ട്. ആ അധിക തുക റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന കോസ്റ്റ് ഡാറ്റ അനുസരിച്ചുള്ള അധിക തുക അടക്കാൻ വേണ്ടി ഉപഭോക്താവിനോട് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി തിരിച്ചൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഉപഭോക്താവ് കണക്ഷൻ നൽകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവൃത്തിയേക്കാൾ കുറവാണെങ്കിൽ ആ കുറഞ്ഞ തുക റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന കോസ്റ്റ് ഡാറ്റ പ്രകാരം വിലയിരുത്തി അധികമായി നമ്മൾ സ്വീകരിച്ചതായി ബോധ്യപ്പെടുന്ന തുക ഉപഭോക്താവിന്, അപേക്ഷകന് തിരിച്ചു നൽകേണ്ടതുണ്ട്. അപ്പൊ അപേക്ഷയിന്മേൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ എന്തേലും പിഴവ് സംഭവിച്ചത് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ആ പിഴവിന്റെ ഭാഗമായിട്ട് അതൊക്കെ തന്നെ ലൈസൻസി അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കണം എന്നില്ല. അത്തരം അധികം എസ്റ്റിമേറ്റ് വരുന്നതിന്റെ കാരണം ഉപഭോക്താവിനെ അല്ലെങ്കിൽ അപേക്ഷകനെ അറിയിക്കുക, അധിക തുക എത്രയാണെന്ന് അറിയിക്കുക. ആ അധിക തുക നമ്മുടെ ഓഫീസിലേക്ക് എടുക്കാൻ ഉപഭോക്താവ്, അപേക്ഷകൻ ബാധ്യസ്ഥനാണ്. തിരിച്ചങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതിനും നമ്മൾ തയ്യാറാവണം. അത് ഉപഭോക്താവിന് ലഭിക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൈസ പൂർണ്ണമായും ലഭിച്ചാൽ മാത്രമാണ് ആ വൈദ്യുത കണക്ഷൻ എനർജൈസ് ചെയ്യേണ്ടത്. വർക്ക് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്, പക്ഷേ കണക്ഷൻ നൽകുന്നതിന് മുൻപേ ഈ ഉപഭോക്താവിന് വേണ്ടി നമ്മൾ റെഗുലേറ്ററി കമ്മീഷന്റെ കോസ്റ്റ് ഡാറ്റ അനുസരിച്ച് കണക്കാക്കിയ എസ്റ്റിമേറ്റ്, ആദ്യം നമ്മൾക്കൊരു പിഴവ് സംഭവിച്ചു, അത് പ്രകാരം എസ്റ്റിമേറ്റിൽ ചെറിയൊരു കുറവ് വന്നു. ആ കുറവ് പ്രകാരമാണ് ഉപഭോക്താവ് പണമടച്ചത്. പക്ഷേ യഥാർത്ഥ ജോലി ചെയ്തപ്പോൾ പുതിയൊരു ഐറ്റം അല്ലെങ്കിൽ പുതിയ ഒരു പ്രവൃത്തി അവിടെ കയറി വന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി തുക കൊടുക്കാനുണ്ട് എന്ന് നമ്മുടെ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അത് ഉപഭോക്താവിനെ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞാൽ ആ തുക കൂടി അടച്ചതിന് ശേഷം മാത്രമേ എനർജൈസേഷൻ നിർവഹിക്കേണ്ടതുള്ളൂ. പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ഇത് തടസ്സമല്ല, പക്ഷെ വൈദ്യുതി എനർജൈസ് ചെയ്യുന്നതിന് ഈ മുഴുവൻ തുകയും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ എനർജൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഒരാൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്, ആ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു, പിന്നീട് കണക്ഷൻ കൊണ്ടുപോകാൻ പോയപ്പോൾ ആ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ ആ കണക്ഷൻ അവിടെ നൽകേണ്ടതില്ല. ആ കണക്ഷൻ നൽകുന്ന ആളിന്, നൽകുന്ന ഉദ്യോഗസ്ഥന് അവിടെ സുരക്ഷാ മാനദണ്ഡം പാലിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, നമ്മുടെ ഫീൽഡ് ഇൻസ്പെക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും ഉണ്ട്. ഇനി
സമയക്രമം, കണക്ഷൻ നൽകുന്നതിനുള്ള സമയക്രമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ മെയിൻ നീട്ടൽ ആവശ്യമില്ലെങ്കിൽ പരിശോധന നടത്തലും ചെലവ് കണക്കാക്കലും ഡിമാൻഡ് നോട്ട് നൽകലും ഇത്രയും കാര്യങ്ങൾക്ക് 7 പ്രവൃത്തി ദിവസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അപേക്ഷാ ഫോറം ലഭിച്ച് 7 പ്രവൃത്തി ദിവസത്തിനകം പരിശോധന നടത്തണം, എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, അത് ഉപഭോക്താവിനെ, അപേക്ഷകനെ രേഖാമൂലം അറിയിക്കണം. ഇനി ഡിസ്ട്രിബ്യൂഷൻ മെയിൻ നീട്ടൽ ആവശ്യമാണെങ്കിൽ അടുത്തത് കണക്ഷൻ എനർജൈസ് ചെയ്യൽ. അപ്പൊ ഒന്നാമത്തെ ഭാഗം ഡിമാൻഡ് കൊടുക്കലും അതിന്റെ സമയം 7 ദിവസമാണ്. ഇനി ആ കണക്ഷൻ എനർജൈസ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂഷൻ മെയിൻ നീട്ടൽ ആവശ്യമില്ലാത്ത കേസിൽ ഒരു കണക്ഷൻ എനർജൈസ് ചെയ്യാൻ അപേക്ഷാ ഫോറം ലഭിച്ച് 30 ദിവസത്തിനകം നിർബന്ധമായും ചെയ്തിരിക്കണം. അപ്പൊ എനർജൈസേഷനുള്ള സമയക്രമം അപേക്ഷാ ഫോറം ലഭിച്ച് 30 ദിവസമാണ്. പക്ഷേ മുൻഗണന നിശ്ചയിക്കുന്നത് യഥാർത്ഥ ചെലവും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടക്കുന്ന തീയതി മുതൽക്കാണ്. അപ്പോൾ മുൻഗണനാക്രമം നിശ്ചയിക്കുക, ആക്ച്വൽ എസ്റ്റിമേറ്റ്, അതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഇത് രണ്ടും എപ്പോഴാണോ നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സംവിധാനത്തിലേക്ക് അപേക്ഷകൻ എടുക്കുന്നത്, ആ തീയതി മുതലാണ് ആ അപേക്ഷയുടെ മുൻഗണനാക്രമം ആരംഭിക്കുന്നത്. ആ മുൻഗണനാക്രമം ആരംഭിച്ച്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ആകെ ദിവസം എന്ന് പറയുന്നത് 30 ദിവസത്തിനകം ഈ സർവീസ് കണക്ഷൻ കൊടുത്തിരിക്കണം. ഇവിടെ കണക്ഷൻ കൊടുക്കുവാൻ ഇത്ര ദിവസം എന്ന് പറയുന്നില്ല. എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ച് വീണ്ടും 30 ദിവസം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപേക്ഷാ ഫോറം ലഭിച്ച് 30 ദിവസത്തിനകം വൈദ്യുത കണക്ഷൻ റിലീസ് ചെയ്തിരിക്കണം. പക്ഷെ അതിന് നമുക്കുള്ള മുൻഗണനാക്രമങ്ങൾ നമുക്ക് നിശ്ചയിക്കാൻ അധികാരമുണ്ട്. അധികാരം എന്ന് വെച്ചാൽ മുൻഗണനാക്രമത്തിലാണ് കണക്ഷൻ നൽകേണ്ടത്. ഇനി പുതിയ കണക്ഷൻ നൽകുന്നതിനും എനർജൈസ് ചെയ്യുന്നതിനുള്ള സമയക്രമത്തിന്റെ കുറച്ചുകൂടി, നേരത്തെ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ മെയിൻ നീട്ടൽ ആവശ്യമില്ലാത്ത കേസ് ആണെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ മെയിൻ നീട്ടൽ ആവശ്യമുണ്ടെങ്കിൽ LT ലൈൻ എന്ന് പറയുമ്പോൾ LT ലൈൻ നിർമ്മാണം വരും, കൺവേർഷൻ വരും. ആദ്യത്തെ 1 കിലോമീറ്ററിന് 45 ദിവസം. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 100 മീറ്റർ ആയാലും 1 കിലോമീറ്റർ ആയാലും 1 കിലോമീറ്ററിന്റെ പരിധിയിലാണ് വരിക. 1 കിലോമീറ്ററോ അതിന്റെ ഭാഗത്തിനോ 45 ദിവസം. അധികമായി വരുന്ന ഓരോ കിലോമീറ്ററിനോ അതിന്റെ ഭാഗത്തിനോ 15 ദിവസം. ഒരു LT ലൈൻ ദീർഘിപ്പിച്ചാണ് ഒരാൾക്ക് കണക്ഷൻ കൊടുക്കുന്നത് എങ്കിൽ 1 കിലോമീറ്ററിൽ താഴെയാണ് ലൈൻ ദൂരമെങ്കിൽ 45 ദിവസം സമയമെടുക്കാം. 1 കിലോമീറ്ററിന് മുകളിൽ ലൈൻ ദൂരമുണ്ടെങ്കിൽ ഓരോ കിലോമീറ്ററിനും 15 ദിവസം വെച്ച് കൂടുതലും നമുക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാം. HT ലൈൻ ആണെങ്കിലോ ആദ്യത്തെ 1 കിലോമീറ്റർ ലൈനിന് 3 മാസം, 1 കിലോമീറ്ററോ അതിന്റെ ഭാഗത്തിനോ 3 മാസം ഉപയോഗിക്കാം. തുടർന്ന് വരുന്ന ഓരോ കിലോമീറ്ററിനും ഓരോ മാസം അധികമായിട്ട് ഉപയോഗിക്കാം. 66 kV അല്ലെങ്കിൽ 110 kV ലൈനാണ് ദീർഘിപ്പിക്കേണ്ടതെങ്കിൽ ആദ്യത്തെ 5 കിലോമീറ്ററിന് 1 വർഷം ഉപയോഗിക്കാം. അധികമായിട്ട് വരുന്ന ഓരോ കിലോമീറ്ററിനും 3 മാസം വെച്ചിട്ടും ഉപയോഗിക്കാം. അപ്പോൾ 66 kV 110 kV ലൈനിന് 5 കിലോമീറ്റർ ആണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. 5 കിലോമീറ്ററോ അതിന്റെ പാർട്ടോ, 1 കിലോമീറ്റർ ആയാലും 1/2 കിലോമീറ്റർ ആയാലും 5 കിലോമീറ്റർ ആയാലും 1 വർഷം കൊണ്ട് പൂർത്തിയാക്കണം. അധികമായിട്ട് 5 കിലോമീറ്ററും 100 മീറ്ററും ഉണ്ടെങ്കിൽ ഒരു 3 മാസം കൂടി നമുക്ക് ഉപയോഗിക്കാം. 220 kV ലൈൻ ദീർഘിപ്പിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ആദ്യത്തെ 5 കിലോമീറ്ററിന് 2 വർഷം നമുക്ക് ഉപയോഗിക്കാം. അതിനു ശേഷം വരുന്ന കിലോമീറ്ററിന് 3 മാസം വെച്ചിട്ട് ഉപയോഗിക്കാം. ട്രാൻസ്ഫോമർ വേണ്ടതോ ട്രാൻസ്ഫോമറിന്റെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതോ ആയ ദീർഘിപ്പിക്കലാണ് എങ്കിൽ 2 മാസം സമയം അനുവദിക്കാം. ഒരു ഉപഭോക്താവിന് തന്നെ LT ലൈനും ട്രാൻസ്ഫോമറും ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുക. SOP സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ സമയത്തായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ 45 ദിവസം, അത് കഴിഞ്ഞ് 2 മാസം. അപ്പൊ 2 മാസം ആകുമ്പോൾ ട്രാൻസ്ഫോമറും പൂർത്തിയാകണം. 2 മാസം ആകുമ്പോൾ 1 കിലോമീറ്റർ ലൈൻ ആണെങ്കിൽ
2 മാസത്തിന് മുമ്പേ 45 ദിവസം ആകുമ്പോൾ തന്നെ ലൈനും പൂർത്തിയാക്കണം. ഇനി കിലോമീറ്ററുകൾ 2 കിലോമീറ്റർ ആണെങ്കിൽ 2 കിലോമീറ്റർ ലൈന് ഒരു ട്രാൻസ്ഫോമറും ഉണ്ടെങ്കിൽ പോലും 2 മാസം കൊണ്ട് ആ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കണം. ഒരേ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരേ സമയത്ത് ആരംഭിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും ഈ കാര്യങ്ങളാണ് നമുക്കൊരു പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഈ സെഷൻ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഉപഭോക്താക്കൾക്ക് അനുവദിക്കപ്പെട്ട അവകാശപ്പെട്ട സേവനങ്ങൾ കൃത്യമായി നമ്മുടെ ഓഫീസിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ലളിതവൽക്കരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത രീതിയിൽ വൈദ്യുത കണക്ഷന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു ചർച്ച നടത്തിയതാണ്. കേന്ദ്ര ഗവൺമെന്റ് ചില ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണത്തിലേക്ക് നീങ്ങുന്ന കാര്യം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമനിർമ്മാണത്തിലേക്ക് നീങ്ങുന്നു. പക്ഷെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഈ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള നിയമ നിർമ്മാണമാണ്. അത് ഒരു ബോർഡ് ഓർഡറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോർഡ് ഉത്തരവാണ്. എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ഈ കാര്യങ്ങളൊക്കെ ഉപഭോക്താക്കളുടെ അവകാശങ്ങളാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്നതിൽ വിമുഖത കൊണ്ടോ ഒരു സേവനവും ഒരു ഉപഭോക്താവിനും കൃത്യമായ സമയക്രമത്തിനുള്ളിൽ ലഭ്യമാകാതെ പോകരുത്. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആ പ്രവർത്തനത്തിന് ഒരു ആക്കം കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. നമുക്ക് ഈ പ്രസന്റേഷൻ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ടാവാം. സൂരജും ജഗദീശനും ഒക്കെ തന്നെ ആ കാര്യങ്ങളിൽ, ലിജോ ഒക്കെ തന്നെ ആ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആവശ്യമായ വിശദീകരണങ്ങൾ നൽകും. ആവശ്യമാണെങ്കിൽ പ്രതികരണത്തിനും ഞാനും പ്രതികരിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല ഡിസ്കഷനോടുകൂടി, കാര്യങ്ങൾ പറഞ്ഞു കേട്ട് പോവുക എന്നുള്ളതിനപ്പുറം നല്ല ഒരു ഡിസ്കഷനോടുകൂടി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ പ്രസന്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂരജേ, സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവര് അവരുടെ സംശയങ്ങൾ ഇവിടെ ചോദിക്കാവുന്നതാണ്. സാറേ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സാറേ, ഞാൻ അബ്ദുൽ ബഷീർ, മാതാങ്ങൾ സെഷനിൽ ചെയ്യണേ. പിന്നെ ആദ്യമായി ഈ ഇത്ര ഒരു പരിപാടി വീണ്ടും വീണ്ടും സംഘടിപ്പിക്കുന്നതിൽ KSEB കണ്ണൂർ ജില്ലാ കമ്മിറ്റി അഭിനന്ദിക്കുകയാണ്. എൻ്റെ ഒരു സംശയം, നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂനത പരിഹരിക്കാതെ എത്ര കാലം വരെ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം? കൺസ്യൂമർ ന്യൂനത പരിഹരിച്ച് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു ആപ്ലിക്കേഷൻ എത്ര കാലം വരെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു സംശയം. ആപ്ലിക്കേഷൻ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞ് ഫിസിക്കലായിട്ട് അപേക്ഷാ ഫോറം നമ്മുടെ കസ്റ്റഡിയിൽ വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ, എത്ര കാലം നമ്മളത് സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മളെ ഡിസ്പോസ് ചെയ്യാൻ കഴിയോ? അതിനൊരു കാലപരിധി ഉണ്ട്. നശിപ്പിക്കുക, അപേക്ഷാ ഫോറം നശിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചുരുങ്ങിയത് നമ്മുടെ ഡാറ്റ പ്രകാരം 20 വർഷമെങ്കിലും വെക്കണം. ഒരു എഗ്രിമെന്റ് ആണായിപ്പോയി കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നശിപ്പിക്കാൻ പറ്റില്ല. എഗ്രിമെന്റ് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഡാറ്റാബേസിൽ അവിടെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അത് നശിപ്പിക്കുകയല്ല നമ്മൾ അപേക്ഷ കാലഹരണപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലഹരണപ്പെട്ട അപേക്ഷ പ്രത്യേകമായിട്ട് ഫയൽ ചെയ്ത് വെക്കുക. കാരണം നിയമപരമായിട്ടുള്ള ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീടും അത് ദൂരീകരിക്കേണ്ടി വരും. പക്ഷെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ആ പറയുന്ന ദിവസത്തിനകം സെറ്റ് അസൈഡ് ആയിട്ട് മാറും.
അയാൾക്ക് അപേക്ഷ കൊടുത്തത് കൊണ്ട് 30 ദിവസത്തിനുള്ളിൽ എൻ്റെ കണക്ഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് ഒരു അപേക്ഷകന്. ആ റൈറ്റിന് തടസ്സമായിട്ട് വരും. അയാൾ അപേക്ഷ കൊടുത്തു, അയാൾ 10 ദിവസം കൊണ്ടൊന്നും തിരിച്ചു വന്നില്ല. 29ാമത്തെ ദിവസം അയാൾ എന്ത് ചെയ്തു? എൻ്റെ അപേക്ഷ തിരിച്ചു കൊണ്ടുവന്നു. റെക്ടിഫിക്കേഷൻ നടത്തിയിട്ട് വന്നു. അങ്ങനെ റെക്ടിഫിക്കേഷൻ നടത്തിയിട്ട് വന്നാൽ പിന്നെ നമുക്ക് SOP പ്രകാരമുള്ള സമയം 1 ദിവസമാണ്. 1 ദിവസം കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തി അയാൾക്ക് കണക്ഷൻ കൊടുക്കണം, ഡിമാൻഡ് കൊടുക്കണം, കണക്ഷൻ കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ 10 ദിവസം കഴിഞ്ഞാലോ? 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇതിന് യാതൊരു പരിഗണനയും കിട്ടില്ല. അത്രയും ദിവസങ്ങൾ അയാളുടെ അപേക്ഷ സെറ്റ് സൈഡ് ചെയ്ത് മാറി വെക്കും. പിന്നെ പക്ഷേ വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം. അതിന്റെ കാലഹരണപ്പെടാത്ത കാര്യങ്ങളോളം എടുത്ത് ഉപയോഗിക്കുന്നതിനും കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? കാലപരിധി എന്ന് പറയുന്നതിൽ നിശ്ചയിച്ചില്ല. പക്ഷെ ഇതിനകത്തുള്ള ഡോക്യുമെന്റ് ഇപ്പൊ ആ ഡോക്യുമെന്റിന്റെ കാലപരിധി ഉണ്ടാവാം. നികുതി അടച്ച റെസീറ്റ് ആണെങ്കിൽ അതിന് 1 വർഷം മാത്രമേ കാലപരിധിയുള്ളൂ. ആ 1 വർഷം കഴിഞ്ഞാൽ അത് എന്താണ്? ഡോക്യുമെന്റ് കാലഹരണപ്പെടും. അപ്പൊ അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുപോലെ പിന്നെ വയറിങ്ങിനും ടെസ്റ്റ് റിപ്പോർട്ടിന് 6 മാസം കാലാവധിയുള്ളൂ. 6 മാസം മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മളൊരു കണക്ഷൻ കൊടുക്കുന്നത്. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്പുറം നമ്മൾ കൂടി പരിശോധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യം നമ്മുടെ കയ്യിൽ തരാതൊരു സാധനമാണ്. ആ ഉപഭോക്താവിന്റെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അത് അവര് പുതുക്കി വെക്കുക. നമുക്കത് പക്ഷെ അയാളുടെ കണക്ഷൻ വീണ്ടും ഒരു അപേക്ഷ കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഒരു റീഇൻസ്പെക്ഷൻ നടന്നാൽ നമ്മൾ അയാൾക്ക് ഇത് തിരിച്ചു കൊടുക്കുകയാണ്. അപേക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. ആദ്യത്തെ കേസിൽ ഒരു അപാകത നമ്മൾ ചൂണ്ടിക്കാണിച്ച് അത് റെക്ടിഫിക്കേഷന് വേണ്ടി വരുന്നു. രണ്ടാമത്തെ കേസിൽ വീണ്ടും ഒരു പരിശോധന നടത്തിയിട്ടും അയാൾ അപാകത പരിഹരിക്കുന്നില്ല എങ്കിൽ ഒരു നടപടി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കത്ത് കൊടുത്ത് അപേക്ഷ ക്ലോസ് ചെയ്യുന്നു. പിന്നെ ആ അപേക്ഷയുമായിട്ട് ഓഫീസിലേക്ക് അയാൾക്ക് വരാനേ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഈ ഒരുമാ നെറ്റുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാണ്? ഒരുമാനത്തിൽ നമ്മൾ അബോർട്ട് ചെയ്ത് വെക്കണോ? എങ്ങനെയാണത്? അതായത് ഈ കേസ് പക്ഷെ അയാൾക്ക് എന്തുണ്ട്? അയാൾക്ക് അപ്പീൽ, എന്ത് സർവീസിന് മുകളിൽ ഒരു അപ്പീൽ ഉണ്ട്. അയാൾക്ക് അപ്പീൽ കൊടുക്കാം. നമ്മുടെ സെക്ഷൻ ഓഫീസിന്റെ മുകളിൽ AXE അപ്പീൽ അതോറിറ്റിയാണ് സർവീസ് കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോ ആ AXEക്ക് അപ്പീൽ കൊടുക്കാം. അപ്പോൾ ഒരു അപേക്ഷ കിട്ടി അപ്പൊ തന്നെ നമ്മളത് ചെയ്യല്ല. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും നിയമ നടപടികൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. കാരണം നിയമത്തിൽ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട്. പക്ഷെ ആ അപേക്ഷ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ അപേക്ഷയ്ക്ക് എല്ലാ സ്റ്റാറ്റസും കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെടുത്തോളം കാലം അത് ഒഴിവാക്കപ്പെട്ട അപേക്ഷയായിട്ട് തന്നെ പരിഗണിക്കും. ഓക്കെ സാർ. ഹലോ 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 കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ലതീഷാണ്. ലതീഷ്, ഈ ഇപ്പം പറഞ്ഞ കേസിൽ രണ്ടാമത് അപേക്ഷ ഫീസ് അടക്കേണ്ട ആവശ്യമുണ്ടോ? അത് അപേക്ഷ വേണ്ടതില്ല. രണ്ടാമത് അപേക്ഷ ഫീസ് അടക്കേണ്ട അപേക്ഷ റദ്ദ് ചെയ്തതായി നമ്മൾ നോട്ടീസ് കൊടുത്താൽ അടക്കേണ്ടതുണ്ട്. ആദ്യത്തെ കേസിൽ സെറ്റ് സൈഡ് വെച്ച് അപേക്ഷ മാറ്റിവെച്ചാൽ വീണ്ടും അപേക്ഷ ഫീസ് അടക്കേണ്ടതില്ല. റദ്ദ് ചെയ്ത നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫീസ് അടക്കണം. എല്ലാ കാര്യങ്ങളും പുതുക്കി വേണം. അത് റദ്ദ് ചെയ്യാൻ പറയുന്നത് റീ ഇൻസ്പെക്ഷനിൽ അപാകതയുള്ള കേസ് മാത്രമേ റദ്ദ് ചെയ്യാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള അപേക്ഷ സ്റ്റാറ്റസിൽ അവിടെ നിൽക്കും. എന്തായാലും അപാകത, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ് കാലഹരണപ്പെട്ടാൽ അത് പുതുക്കി വാങ്ങിക്കാം. മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ അവിടെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാം. പക്ഷെ അപേക്ഷ ഫീസ് അതുപോലെ നിലനിൽക്കും. അപേക്ഷ ഫീസ് റദ്ദ് ചെയ്യപ്പെടുന്നത് അപേക്ഷ റദ്ദ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ലിജോ, ഹലോ ഒരു പാമ്പിനിശ്ശേരിയുള്ള ഒരു ഉപഭോക്താവ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീട് കഴിഞ്ഞ
പ്രളയ സമയത്തോ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ വീട് പൊളിഞ്ഞു പോയി. അപ്പോൾ അവിടെ ഒരു പുതിയ വീട് അയാൾ എടുത്തിട്ടുണ്ട്. ആ വീട്ടിലേക്ക് കണക്ഷൻ നൽകാൻ എന്താണ് രേഖകൾ വേണ്ടത് എന്നാണ് അയാൾ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കണക്ഷൻ ഒരു ബിൽഡിംഗ് ഡിമോളിഷ്ഡ് ആയിപ്പോയി. അതൊരു പ്രളയത്തിന്റെ കാരണത്താലാണ് ഉള്ളത്. അപ്പൊ ആ കണക്ഷൻ നമുക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിന് അതിന്റെ കണക്ഷൻ സ്റ്റാറ്റസ് ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തത് കൊണ്ട് മീറ്റർ നമ്മൾ തിരിച്ചെടുത്ത് കണക്ഷൻ ഡിസ്മാൻഡിൽഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. മിനിമം അത് അവിടെയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഒരു എനി ഓണർഷിപ്പ്, അതായത് നികുതി അടച്ച റെസീറ്റോ ഏതെങ്കിലും ഒരു സാധനം ഡോക്യുമെന്ററി പ്രൂഫായിട്ട് വേണമെങ്കിൽ ആവശ്യപ്പെടാം. നല്ല ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അയാളുടെ ID പ്രൂഫ് മാത്രം വെച്ചിട്ടും ആ കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാം. അതുപോലെ JP പിന്നെ മധുസൂദനൻ കെ ആലച്ചേരി ചോദിച്ച ചോദ്യമാണ്. കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ഗൾഫിലോ അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയോ മക്കളോ ഇവിടെയുള്ള ആൾക്കാർ സത്യപ്രസ്താവന നൽകിയാൽ അപേക്ഷ പരിഗണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഇവിടെ ജോയിന്റ് ഓണർഷിപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആരുടെയെങ്കിലും ഒരു അപേക്ഷ കിട്ടിയാൽ അത് പൂർണ്ണമായിട്ടും ഓണർഷിപ്പായി പരിഗണിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിയും. ജോയിന്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് അവരുടെ സത്യപ്രസ്താവന വെച്ചിട്ട് കണക്ഷൻ കൊടുക്കാൻ കഴിയില്ല. ഓൺലൈൻ പോർട്ടലിലൂടെ അയാൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷ നൽകിയാൽ ആ കണക്ഷൻ കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അല്ലെങ്കിൽ അപേക്ഷ വേണ്ട രീതിയിൽ പൂരിപ്പിച്ച് നമുക്ക് എത്തിച്ച് ആ അഡ്രസ്സിൽ നിന്നും അയച്ച് തന്നാലും നമുക്കത് എടുക്കാം. കാരണം അപേക്ഷകൻ നേരിട്ട് ലൈസൻസിയുടെ ഓഫീസിൽ വരണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കേണ്ടതില്ല. ഓൺലൈൻ ഫെസിലിറ്റി ഉള്ളിടത്തോളം ആ സംവിധാനത്തിന് പ്രസക്തിയില്ല. മറ്റൊന്ന് പിന്നെ കൺസ്യൂമറുടെ വാങ്ങി നൽകിയ ലൈൻ പണിത് കണക്ഷൻ തരുമോ? KSEBിയുടെ ചെലവിൽ മാറ്റുമോ? അതായത് 37A പ്രകാരം ഉപഭോക്താവ് ഒരു പ്ലാന്റോ ലൈനോ നിർമ്മിക്കുകയാണെങ്കിൽ ആ പ്ലാന്റോ ലൈനോ നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നൽകുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള സാധനമാണ് വാങ്ങിക്കേണ്ടത്. അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നൽകിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരം അംഗീകൃത മുദ്രയുള്ള ISI അല്ലെങ്കിൽ എന്താണോ അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിരിക്കുന്നത്, ആ സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് അയാൾ സ്ഥാപിക്കേണ്ടത്. ഈ സ്ഥാപിച്ചതിന് ശേഷം ഈ സംവിധാനങ്ങൾ ലൈസൻസിക്ക് കൈമാറി തരികയാണ് ചെയ്യുന്നതെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ ലൈസൻസിയാണ് നിർവഹിക്കേണ്ടത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, നമ്മുടെ ബഹുനില കെട്ടിടങ്ങളിൽ ഇന്റേണൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം ഉപഭോക്താവ് തന്നെ നിർവഹിച്ച് നമുക്ക് കൈമാറി തരുന്നത് മീറ്ററിംഗ് ക്യൂബിക്കിൾ മാത്രമാണ്. അപ്പോൾ ആ ഇന്റേണൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദി ഈ നിർമ്മാതാവാണ്. അത് കാണിക്കുന്ന എഗ്രിമെന്റ് ഇതിന്റെ കൈമാറുന്ന സമയത്ത്, കൈമാറി തരിക എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റിലൂടെ ആയിരിക്കണം കൈമാറി തരേണ്ടത്. അത്തരം സാഹചര്യങ്ങളിൽ അതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉപഭോക്താവിന്റെ വേണ്ടി അല്ലെങ്കിൽ ആ നിർമ്മാതാവാണ്, ബിൽഡറാണ് നിർവഹിക്കേണ്ടത്. അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം സിസ്റ്റം ഡാമേജ് വന്നാൽ ആ ഉപഭോക്താവ് തന്നെ അത് മാറ്റി സ്ഥാപിക്കണം. പക്ഷെ 37A നമ്മൾ നിർമ്മിക്കേണ്ട ഒരു ലൈൻ നമ്മുടെ സമയപരിമിതി അല്ലെങ്കിൽ നമ്മുടെ സാധന ലഭ്യത കുറവൊക്കെ വരുമ്പോൾ ഉപഭോക്താവിന് സ്വയം നിർമ്മിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതിൽ നമുക്ക് ആ സാധനം ഹാൻഡ് ഓവർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. 37A നമ്മളത് ഉടമസ്ഥത ബോർഡിലേക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ നമ്മൾ സ്പെസിഫിക്കേഷൻ കൃത്യമായി കാണിച്ചു കൊടുക്കുക, ആ സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള സാധനങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക, സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിലാണ് ജോലി ചെയ്യുന്നത് എന്ന് സൂപ്പർവൈസ് ചെയ്ത് നമ്മൾ ഉറപ്പുവരുത്തുക. ഇത്രയും മാത്രമേ ചെയ്യാൻ പറ്റൂ. സാർ ഒരു സംശയം, ഇതിന്റെ ഇൻസ്പെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് ഇൻസ്പെക്ഷൻ ഈ 7 ദിവസം അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്ന് പറയുന്നു. അത് ചെയ്യേണ്ടത് സെക്ഷൻ ഓഫീസിൽ അസിസ്റ്റന്റിനാണോ അതോ അതിന് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന് അത് കൈമാറേണ്ടതുണ്ടോ? ഇനി അഥവാ അങ്ങനെ ഒരു റെഡി ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനർജൈസേഷൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർ നടപടികൾ ആരാണ്
സ്വീകരിക്കേണ്ടത്, എഗ്രിമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊന്ന് വിസ്തരിച്ചാൽ കൊള്ളായിരുന്നു. അതുപോലെ ഒരു സംശയം കൂടി, ഇത് നമ്മൾ ഇൻസ്പെക്ഷൻ സമയത്ത് എന്തെങ്കിലും അപാകത കണ്ടു കഴിഞ്ഞാൽ ഇത് രേഖാമൂലമായിട്ടുള്ള മറുപടി നൽകാൻ വേണ്ടിയിട്ട് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? അതായത് സബ് എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഓവർസിയർക്കോ അങ്ങനെ ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, പരിശോധന നടത്താനുള്ള ഉത്തരവാദിത്വം ലൈസൻസി എന്നുള്ള രീതിയിലാണ് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ നമ്മുടെ ഓഫീസിൽ ഒരു സെക്ഷൻ ഓഫീസിൽ ചെയ്യുന്ന ജോലികൾ ഒരു ഓഫീസ് ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് നിയമങ്ങൾ പ്രകാരമോ കൃത്യമായിട്ട് നമുക്ക് വീതിച്ച് നൽകിയിട്ടുണ്ടാകും. ആ വീതിച്ച് നൽകിയ ആൾ ആ സമയപരിമിതിക്കുള്ളിൽ ആ ജോലികളൊക്കെ നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ്. അത് തടസ്സം വന്നാൽ എൻ്റെ ഒരു സബ് എഞ്ചിനീയർ സമയപരിമിതിക്കുള്ളിൽ എനിക്ക് എസ്റ്റിമേറ്റ് തന്നിട്ടില്ല എന്ന് എയ്ക്ക് മറുപടി ഉപഭോക്താവിനോട് പറയാൻ കഴിയില്ല. ആ സമയപരിമിതിക്കുള്ളിൽ ആ ജോലി നിർവഹിച്ച് ലഭ്യമാക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, സൂപ്പർവൈസറി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇന്റേണൽ ആയിട്ട് വരുമ്പോൾ, എന്തെങ്കിലും നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണോ വീഴ്ച വന്നിട്ടുള്ളത് അത് പരിശോധിച്ച് ആ രീതിയിലുള്ള ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിലൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും എയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതായത് ഇന്ന ആള് തന്നില്ല എന്ന് പറഞ്ഞാൽ ആ സർവീസ് ഡിനൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞേ, എനർജൈസേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സപ്ലൈ കോഡ് പറയുന്നിരിക്കുന്നത് പരിശോധനാ സമയത്ത് അവിടെ വെച്ച് തന്നെ നമ്മൾ ആ ഡിഫക്റ്റിന് നോട്ടീസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആരാണോ പരിശോധനാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ആ ഡിഫക്റ്റ് നോട്ടീസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. എനർജൈസ് ചെയ്യാനുള്ള മാതൃകയൊന്നും ഉണ്ട്. മാതൃക പരിശോധനയിൽ അപാകത കണ്ടാൽ സപ്ലൈ കോഡിലെ അനക്സ് 6 റെഗുലേറ്ററി കമ്മീഷൻ ഒരു മാതൃക റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അനക്സർ 6 ആണ്. അത് പ്രകാരമാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. അനുബന്ധം 6 എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ആ അപാകത ഇതാണ് മോഡൽ ടെസ്റ്റ് റിപ്പോർട്ട് ഓഫ് അപ്ലിക്കൻസ് ഇൻസ്റ്റലേഷൻ ടു ബി ഫിൽഡ് ബൈ ദ ഓതറൈസ്ഡ് എംപ്ലോയി ഓഫ് ദ ലൈസൻസി എന്ന് പറഞ്ഞുകൊണ്ടുണ്ട് ഒരു മാതൃകയുണ്ട്. ആ മാതൃകയിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ സപ്ലൈ കോഡിൽ മാതൃകയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു എന്നുള്ളത് നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. പക്ഷെ ഇന്റിമേറ്റ് കൃത്യമായി രേഖാമൂലം അറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ രേഖാമൂലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇമെയിൽ സംവിധാനം ഇപ്പോൾ രേഖാമൂലമായിട്ട് അംഗീകരിക്കപ്പെട്ട നോട്ടീസ് കൊടുക്കാനുള്ള മോഡ് ഓഫ് മെത്തേഡായിട്ട് സപ്ലൈ കോഡിൽ ഉൾപ്പെടെ അംഗീകരിച്ചതാണ്. നമുക്ക് ഇല്ലാത്തത് ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ മറ്റ് മെസ്സേജുകൾ ഒന്നും നമുക്ക് ഇത്തരത്തിലുള്ള മോഡ് ഓഫ് നോട്ടീസ് ആയിട്ട് ഇതുവരെ അംഗീകരിച്ച് കിട്ടിയിട്ടില്ല. എന്നാലും അതിനുള്ള ശ്രമം കൂടി വൈദ്യുതി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അപ്പൊ തന്നെ ഉപഭോക്താവിന്റെ മുൻപേ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് അയച്ചാൽ അത് രേഖാമൂലമല്ല മറുപടിയായിട്ട് കണക്ക് കൂട്ടാം. ഇമെയിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താവാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് രേഖാമൂലം മറുപടിയായിട്ട് കണക്ക് കൂട്ടാം. ഈ ഒരു സംശയം കൂടുതൽ ആൾക്കാർക്ക് ഉള്ളതായിരിക്കും. ഒരു CP മുഹമ്മദ് ഷാഫിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 3 ഫേസ് വയറിംഗ് ചെയ്ത ഒരു കെട്ടിടം, 3 ഫേസ് കിട്ടുമ്പോൾ സമീപത്ത് തന്നെ സിംഗിൾ ഫേസ് കണക്ഷൻ മാത്രമേ ഇല്ല. അങ്ങനെയുള്ള കേസിൽ എന്താണ് നടപടികളുള്ളത്? അതെ, സിംഗിൾ ഫേസ് കണക്ഷന്റെ പരമാവധി കണക്റ്റഡ് ലോഡ് 5000 വാട്ട്സ് ആയിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ അടുത്തില്ല എങ്കിൽ 20% 1000 വാട്ട്സ് കൂടി അധികമായിട്ട് കൊടുത്തുകൊണ്ട് 6000 വാട്ട്സിലും സിംഗിൾ ഫേസ് കണക്ഷൻ കൊടുക്കാൻ പറ്റും. അതിനപ്പുറം ഒരു കണക്ഷൻ ടെക്നിക്കലി ഫീസിബിൾ അല്ല. ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടാക്കാൻ നേരത്തെ പറഞ്ഞ ഒരു ഉപഭോക്താവിന് വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോസ്റ്റ് ആ ഉപഭോക്താവിൽ നിന്നും ഈടാക്കാവുന്നതാണ്. ഒരു ഉപഭോക്താവിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു നടപടിയിലേക്ക് പോകുന്നതെങ്കിൽ അത് ഉണ്ടാക്കാം. 2 പേരാണെങ്കിൽ അവർ കോസ്റ്റ് ഷെയറിംഗിലേക്ക് പോവാം. അത് സപ്ലൈ കോഡിൽ തന്നെ അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു
കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് റേറ്റ് മാത്രം എടുക്കാൻ സപ്ലൈ കോഡ് അനുവാദം കൊടുക്കുന്നുണ്ട്. സാർ ഒരു ഡൗട്ടേ. പറഞ്ഞു. പിന്നെ എനിക്കിപ്പോ ഒരു BPL കണക്ഷൻ അപേക്ഷ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു 50 മീറ്റർ വാച്ച് ലൈൻ വലിക്കാനുണ്ട്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുള്ള പ്രോപ്പർട്ടി കൊണ്ട് സമ്മതിക്കുന്നില്ല. നമ്മളിപ്പം LT ABC എല്ലാം സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ABC ആണെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, കേബിൾ ഇട്ട് വലിക്കാനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ LT ABC എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഈ ഒരു BPL കണക്ഷൻ കൊടുക്കാൻ വേണ്ടി വാച്ച് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടോ നിലവിൽ? LTOH ഇപ്പം നമുക്ക് കൊടുക്കാവുന്ന സാഹചര്യമാണെങ്കിൽ അതിൽ തടസ്സമൊന്നുമില്ല. എസ്റ്റിമേറ്റിൽ ആ LTOH ABC കാണിക്കേണ്ടി വരും. അതിനുള്ള കോസ്റ്റ് നമ്മൾ അതിൽ വകയിരുത്തേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സാധനത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് പ്രത്യേക ഒരു ഉത്തരവ് ഹയർ ലെവലിൽ 200 മീറ്ററിന് താഴെയുള്ള ലൈൻ വലിക്കാൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 200 മീറ്ററിന് താഴെ. പക്ഷേ എന്താണ്, നമ്മുടെ ഓരോ ഉപഭോക്താവും ഇത്തരത്തിലുള്ള ആവശ്യവുമായിട്ട് വരുമ്പോൾ നമുക്കത് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാക്കും. മറ്റൊരു കാര്യം, ഇത് നമ്മുടെ നിലവിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിലേക്ക് സ്റ്റോർ സപ്ലൈ ഒക്കെ കൃത്യമായിട്ട് വരാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ കഴിഞ്ഞ കോർ കമ്മിറ്റി തന്നെ ബോർഡിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. ഇനി മുതലുള്ള എല്ലാ നിർമ്മാണവും ABC-യിലേക്ക് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അംഗീകരിച്ച് വരികയാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ അങ്ങനെ സ്വീകരിക്കാൻ ടെക്നിക്കലി എന്തുകൊണ്ട് ABC പ്രപ്പോസ് ചെയ്യുന്നു? നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യാൻ ഒരാൾക്ക് കണക്ഷൻ കൊടുക്കാൻ 1000 രൂപ ചെലവാക്കി ഒരു കണക്ഷൻ കൊടുക്കാം, 5000 രൂപ ചെലവാക്കി ഒരു കണക്ഷൻ കൊടുക്കാം, 10,000 രൂപ ചെലവാക്കി ഒരു കണക്ഷൻ കൊടുക്കാം. എന്തുകൊണ്ട് 1000 രൂപ ചെലവാക്കിയുള്ള കണക്ഷൻ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. അത് കേവലം ഒരു ഉപഭോക്താവിന്റെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ക്രോസിംഗ് തടസ്സം മാത്രമാണെങ്കിൽ നമുക്കത് ന്യായീകരിച്ചു പോകാൻ കഴിയില്ല. അതേസമയം ആ ഉപഭോക്താവിന്റെ വീടിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റബ്ബർ കൃഷിയുള്ളതാണത്. റബ്ബർ അല്ല, കൃഷിയല്ല. ഈ നിലവിലുള്ള ലൈന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിച്ചു കഴിഞ്ഞാൽ റബ്ബറിൽ നിന്നും സ്റ്റാൻഡേർഡ് അകലം പാലിക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. അതേസമയം ഇതൊന്നുമല്ല, ഉപഭോക്താവ് പറയുന്നത് എനിക്ക് കേബിൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അപേക്ഷ നമ്മുടെ കയ്യിൽ വെച്ച് താമസിപ്പിക്കാതെ ഉടൻ തന്നെ അത് ഒരു ലീഗൽ ഫോറത്തിലേക്ക് കൊടുക്കുക. ഉടൻ AXC വഴി കേസ് ഫയൽ ചെയ്യുക, ADM-ന് കേസ് ഫയൽ ചെയ്യുക. ആ നിശ്ചിത സമയം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ അപേക്ഷ വെച്ചുകൊണ്ട് അത് കളയാതെ മുകളിലേക്ക് ADM-ന് ഇത്തരത്തിലുള്ള തടസ്സം തീർപ്പാക്കുന്നതിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടും. പക്ഷെ താമസിയാതെ ഈ ABC സംവിധാനം നമ്മുടെ സിസ്റ്റത്തിലേക്ക് പൂർണ്ണമായിട്ടും വരുമ്പോൾ ഇത് നമുക്ക് ഒരു പ്രയാസമില്ലാതെ പരിഹരിക്കാൻ പറ്റും. ജോസ് ലാൽ എന്നോട് ചോദിച്ചതാണ്, ഈ എല്ലാ കമേഴ്ഷ്യൽ ബിൽഡിങ്ങിനും ഈ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ സ്കീം അപ്രൂവൽ ആവശ്യമാണോ? ഏതൊക്കെ ഘട്ടങ്ങളിലാണ് സ്കീം അപ്രൂവൽ നമ്മൾ നിർബന്ധിക്കുന്നത് എന്നുള്ള ചോദ്യം. ഇത് രണ്ട് തരത്തിൽ. ഒന്ന്, സപ്ലൈ കോഡിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അനുവാദം ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞതിൽ ഹൈറൈസ് ബിൽഡിംഗ് ഉണ്ട്. ബഹുനില കെട്ടിടങ്ങൾ എന്നുള്ള രീതിയിൽ ആണ് ഹൈറൈസ് ബിൽഡിംഗ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് നിശ്ചയമായിട്ടും ബിൽഡിംഗ് റൂൾ പ്രകാരം 15 മീറ്റർ ആൻഡ് എബോ ഉയരമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും ഇൻസ്പെക്ടറേറ്റിന്റെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള ടെമ്പററി കണക്ഷനുകൾക്ക് ഇൻസ്പെക്ടറേറ്റിന്റെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയോൺ ലാമ്പുകൾക്ക് അങ്ങനെയുള്ള ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടറേറ്റിന്റെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതിനൊക്കെ നിർബന്ധമായിട്ടും വേണം. ഇവിടെ പ്രശ്നമുള്ളത്, നേരത്തെ പറഞ്ഞ ഇന്റേണൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം അവര് തന്നെ ചെയ്യുന്ന ഒരു കോംപ്ലക്സ്, കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണെങ്കിൽ ആ റെഗുലേഷൻ 49 പ്രകാരം അവിടെ അവർ വർക്ക് നടത്തേണ്ടത് ഇൻസ്പെക്ടറേറ്റിന്റെ ഒരു സ്കീം അപ്രൂവലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഏത് ട്രാൻസ്ഫോമർ അവിടെ വെക്കണം, അവിടെ എത്ര ലോഡ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈസൻസി ചെയ്യുന്ന ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് ലൈസൻസിയുടെ നമ്മുടെ സ്വന്തം സംവിധാനങ്ങൾ, ട്രാൻസ്ഫോമറും നമ്മുടെ ലൈനും
ഉപയോഗിച്ചുകൊണ്ട് കണക്ഷൻ കൊടുക്കുന്നതിന് ഇൻസ്പെക്ടറേറ്റിന്റെ അപ്രൂവൽ ആവശ്യമില്ല. പക്ഷേ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു ബിൽഡർ ഡെവലപ്പ് ചെയ്യുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ ബിൽഡർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇൻസ്പെക്ടറേറ്റ് അവിടെ പറഞ്ഞിരിക്കുന്ന ക്രമത്തിലായിരിക്കണമെന്ന് 49-ൽ പറഞ്ഞിട്ടുണ്ട്. റെഗുലേഷൻ 49-ൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മാനദണ്ഡവും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലോഡ് എങ്ങനെ കണക്ക് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഒരു പ്ലാൻ പ്രകാരമാണ് അവർ നിർവഹിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ പ്ലാന്റെ കോപ്പി ഒന്നും നമുക്ക് തരണ്ട, പക്ഷേ അത് അംഗീകാരമുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥനുണ്ട്. ദേവൻ ചൂളിയോട് ചോദിച്ചത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതിൽ വന്നിരിക്കുന്ന ഒരു അഭിപ്രായമാണ്. ഫീൽഡ് ഇൻസ്പെക്ഷൻ സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കാണുന്ന ന്യൂനതകൾ കാണിച്ചുകൊണ്ട് അപേക്ഷകന് നൽകുന്ന രേഖാമൂലമായ അറിയിപ്പ് നൽകാൻ ഓവർസിയർ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർക്ക് അധികാരമുണ്ടോ? ഇല്ലെങ്കിൽ ആർക്കാണ് അധികാരം? ഇത്തരം അറിയിപ്പിന് ബോർഡ് തലത്തിൽ പ്രത്യേക മാതൃക വല്ലതുമുണ്ടോ എന്നതാണ്. നമ്മൾ പറഞ്ഞു അത് മാതൃകയുണ്ട്. ഇൻസ്പെക്ഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥന് ഓൺ സൈറ്റിൽ നൽകാവുന്ന അറിയിപ്പാണ്, അതിൽ കുഴപ്പമില്ല. ശ്രീജിത്ത് കൈരിയിൽ ചോദിച്ച ചോദ്യം, എത്ര KVA മുകളിലാണ് ട്രാൻസ്ഫോമർ നിർബന്ധമായും സ്ഥാപിക്കാൻ വരുന്നത്? ഒരു കണക്ഷന് ട്രാൻസ്ഫോമർ നിർബന്ധമായും സ്ഥാപിക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാങ്കേതികമായി സാധ്യമാണെങ്കിൽ എത്ര KVA ആയാലും ട്രാൻസ്ഫോമർ ഇല്ലാതെ കണക്ഷൻ കൊടുക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞു 100 KVAക്ക് മേലെ ഒരാൾക്ക് കോൺട്രാക്ട് ഡിമാൻഡ് വെച്ച് കണക്ഷൻ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിന് ഉള്ളിൽ മാത്രമേ 100 KVAക്ക് മുകളിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം എത്ര KVA ആണേലും അതിന്റെ ലോഡ് എത്രയായാലും ട്രാൻസ്ഫോമർ ഇല്ലാതെ തന്നെ സാധ്യമാണെങ്കിൽ, നമുക്കിപ്പോ നമ്മുടെ ഒരു പ്രമിസസിൽ ഒരാൾ ആപ്ലിക്കേഷൻ തന്നു, അയാൾക്ക് 100 KVA കണക്റ്റഡ് ലോഡ് ഉണ്ട്, അയാൾക്ക് 100 KVA താഴെയാണ് അയാൾ കണക്റ്റഡ് ലോഡ്, ജസ്റ്റ് 98 KVA കണക്റ്റഡ് ലോഡ് ഉണ്ട്. അയാൾക്ക് കണക്ഷൻ കൊടുക്കാൻ നിർബന്ധമായും അവിടെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്ന് പറയാൻ കഴിയില്ല. തൊട്ടടുത്തൊരു ട്രാൻസ്ഫോമറിന് ശേഷിയുണ്ടെങ്കിൽ, ആ ട്രാൻസ്ഫോമറിന് ഈ ലോഡ് താങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമറിൽ നിന്ന് കണക്ട് ചെയ്യാം. ശേഷി ഇല്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകിൽ ആ ട്രാൻസ്ഫോമറിന്റെ ശേഷി വർദ്ധിപ്പിക്കേണ്ടി വരും. ആ ശേഷി വർദ്ധിപ്പിക്കുന്ന ചെലവ് റെഗുലേഷൻ 32 പ്രകാരം ആ ഉപഭോക്താവിൽ നിന്നും ഈടാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു ട്രാൻസ്ഫോമറും സംവിധാനങ്ങളും അയാൾക്ക് വേണ്ടി സ്ഥാപിക്കേണ്ടി വരും. അതിന്റെ ചെലവും റെഗുലേഷൻ 32 പ്രകാരം അയാളിൽ നിന്നും സ്വീകരിക്കേണ്ടതുണ്ട്. ട്രാൻസ്ഫോമർ ടെക്നിക്കലി ഫീസിബിൾ ആണെങ്കിൽ കപ്പാസിറ്റി ഇത്ര KVAക്ക് മേലെ സ്വന്തമായി ട്രാൻസ്ഫോമർ വെക്കണമെന്ന് റെഗുലേഷനിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല. അശ്വിനി കുമാർ കാർത്തിമംഗലം ചോദിച്ചൊരു ചോദ്യം, ഈ നമ്മൾ HT കണക്ഷനുമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ഒരു HT കണക്ഷൻ വേണ്ടെന്നുള്ളത് വിശദീകരിക്കാൻ പറ്റും? HT കണക്ഷൻ, നമ്മൾ കണക്ഷന്റെ ഡോക്യുമെന്റ് HTക്കും LTക്കും കോമൺ ആണ്. പ്രത്യേകിച്ച് ഡോക്യുമെന്റ് HTക്ക് മാത്രം അധികം കൊടുക്കണം എന്ന് എവിടെയും പറയുന്നില്ല. HTക്ക് ആകെ അധികം കൊടുക്കേണ്ടത് HTക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു എഗ്രിമെന്റ് HTക്കായാലും EHTക്കായാലും പ്രത്യേക എഗ്രിമെന്റ് വെക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മറ്റെല്ലാ കണക്ഷനുകൾക്കും സർവീസ് കണക്ഷന്റെ ഭാഗമായിട്ടാണ് എഗ്രിമെന്റ് വരുന്നത്. അതിനപ്പുറം HT കണക്ഷൻ ആകുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വെക്കണം എന്ന് മാത്രമാണ് ഉള്ളത്. ബാക്കിയെല്ലാ NE2 ഡോക്യുമെന്റ് എന്നുള്ള കാര്യം. പിന്നെ ഇൻസ്പെക്ടറേറ്റിന്റെ HT കണക്ഷൻ ആണെങ്കിൽ നിർബന്ധമായും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ അപ്രൂവൽ വേണം. പക്ഷെ അപ്രൂവലിന്റെ കോപ്പി ഒന്നും നമ്മുടെ ഓഫീസിൽ ഹാജരാക്കണമെന്ന് പറയുന്നില്ല. കോപ്പി അപ്രൂവൽ വേണമെന്നാണ് പറയുന്നത്. NE2 ഡോക്യുമെന്റിൽ ആ കോപ്പി കൊണ്ടുവന്നാലേ നമുക്ക് ബാക്കി നടപടി സ്വീകരിക്കാൻ പറ്റും. പക്ഷെ രണ്ട് സമയത്ത്, പരിശോധനാ സമയത്ത് എനർജൈസേഷൻ അപ്രൂവൽ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എനർജൈസേഷന്റെ സമയത്തും എല്ലാ സേഫ്റ്റിയും സംവിധാനങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബാക്കി നടപടികൾ പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. ആവശ്യമായ ഡോക്യുമെന്റുകൾ കൃത്യമായും 2 എണ്ണമാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. HT സർവീസ് കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പല സംശയങ്ങളും വന്നപ്പോൾ ഡയറക്ടർ ഡിസ്ട്രിബ്യൂഷന്റെ ഓഫീസിൽ നിന്നും ഈ സർക്കുലർ പ്രകാരം 2 ഡോക്യുമെന്റേ വേണ്ടൂ, അത് മാത്രമേ ആവശ്യപ്പെടാവൂ. അതോടൊപ്പം തന്നെ നമുക്കിപ്പോ പവർ റിക്വയർമെന്റ് എന്നുള്ളൊരു സംവിധാനമുണ്ട്. അങ്ങനെ മുൻകൂട്ടി ആവശ്യമുള്ള ആളുകൾ മാത്രം അത് ആവശ്യപ്പെട്ടാൽ മതി.
അല്ലാതെ ഒരു നിർബന്ധമായും പവർ റിക്വയർമെന്റ് അറിയിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കുലർ. അപ്പൊ LT കണക്ഷന് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റുകൾ തന്നെയാണ് HT കണക്ഷന് വേണ്ടത്. അഡീഷണൽ ആയിട്ട് വേണ്ടത് HTക്ക് പ്രത്യേക ഒരു എഗ്രിമെന്റ് സപ്ലൈ കോഡിൽ പറഞ്ഞിട്ടുണ്ട്. ആ എഗ്രിമെന്റ് ഉപഭോക്താവ് ഒപ്പിട്ട് നൽകേണ്ടതുണ്ട്. പിന്നെ അവിടെ ഒരു വ്യത്യാസം, എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ മീറ്ററിന്റെ കാര്യത്തിൽ പറഞ്ഞോ. പിന്നെ നമ്മൾ കുറെ കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിനകത്ത് മൾട്ടി കണക്ഷൻസ് എടുക്കുന്ന സമയത്ത് ഇത്ര കണക്ഷനിൽ കൂടിക്കഴിഞ്ഞാൽ പാൻ ബോർഡ് വേണം എന്ന് റെഗുലേഷനിൽ പറയുന്നുണ്ടോ? റെഗുലേഷൻ ഏതാണെന്നുള്ളത് ഉണ്ടെങ്കിൽ. ഇത്ര കണക്ഷനിൽ കൂടിക്കഴിഞ്ഞാൽ പാനൽ ബോർഡ് വേണമെന്നും റെഗുലേഷനിൽ പറഞ്ഞിട്ടില്ല. ആകെയുള്ളത് ഇതൊക്കെ അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പാനൽ ബോർഡ് ഒക്കെ ആകുമ്പോൾ LT ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഒരു ക്ലാസ് അതെ ആ ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ക്ലാസ്സിൽ അവർ റെഗുലേഷൻ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ 4 കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പാനൽ ബോർഡ് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. 4 കണക്ഷൻ ഉള്ള ഒരു ബിൽഡിംഗിൽ ഉണ്ടെങ്കിൽ മീറ്ററിംഗ് പോയിന്റ് ഒരു മാത്രമാണെങ്കിൽ അത് പിന്നെ പാനൽ ബോർഡ് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്ലൈ കോഡിൽ അങ്ങനെ ഒരു റെഗുലേഷൻ ഇല്ല. CA റെഗുലേഷനിലും പക്ഷെ ഒരാൾക്ക് ഒരു കൺസ്യൂമർക്ക് പോയിന്റ് ഓഫ് സപ്ലൈ സിംഗിൾ പോയിന്റ് സപ്ലൈ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ സപ്ലൈ കൊടുക്കുകയും അവിടുന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപഭോക്താവിന്റെ ചെലവിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കണക്ഷൻ എടുക്കുകയും ചെയ്യുന്ന സിംഗിൾ പോയിന്റ് സപ്ലൈ ഉള്ള ഒരു പ്രൊമിസസിൽ പോലും ഒരു ഉപഭോക്താവ് പറയുന്നു ഈ സിംഗിൾ പോയിന്റ് സപ്ലൈ നിനക്ക് കണക്ഷൻ വേണ്ട, KSCB അല്ലെങ്കിൽ ലൈസൻസിയുടെ കണക്ഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടാൽ അവർക്ക് പോലും നമ്മൾ നേരിട്ട് കണക്ഷൻ കൊടുക്കണം. അപ്പൊ ഒരിക്കലും നമുക്കത് പാനൽ ബോർഡിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പാനൽ ബോർഡിലേ കണക്ഷൻ കൊടുക്കാൻ പറ്റൂ എന്ന് നമുക്ക് നിർബന്ധം പറയാൻ സപ്ലൈ കോഡിൽ റെഗുലേഷൻ ഒന്നുമില്ല. നമ്മുടെ CA റെഗുലേഷനിൽ എന്റെ ശ്രദ്ധയിൽ അങ്ങനെ 4 കണക്ഷന് മാത്രമേ ഒരു പോയിന്റിൽ നൽകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതായിട്ട്. അത് എപ്പോഴും ബാലൻസ്ഡ് കണക്ഷൻ നൽകണം. കണക്ഷൻ എപ്പോഴും 3 ഫേസ് കണക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ലോഡ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് മാത്രമേ കാണുന്നത്. മറ്റേ റെഗുലേഷൻ ഏത് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഞാനത് ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെ 4 കണക്ഷനിൽ കൂടുതൽ വന്നാൽ പാനൽ ബോർഡ് നിർബന്ധമാണ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കഴിഞ്ഞ വർഷം ശ്രീകണ്ഠാപുരം വെച്ച് നടത്തിയ മീറ്റിംഗിൽ പറഞ്ഞതാണ്. പരിശോധിക്കാം. അത് CA റെഗുലേഷൻ നമ്പർ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പരിശോധിച്ചിട്ട് ഞാൻ പറയാം. അങ്ങനെ 4 കണക്ഷനിലധികം പിന്നെ അല്ല, ഇവിടെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഷെയർ ചെയ്യാട്ടോ. റെഗുലേഷൻ നമ്പർ പറഞ്ഞോളൂ. അത് പിന്നെ പിന്നെ ബഷീർ പറഞ്ഞത് CA റെഗുലേഷനിൽ ഒരു സപ്പോർട്ടിൽ നിന്ന് 4 WP കണക്ഷൻ സിംഗിൾ ഫേസ് WP കണക്ഷൻ 4 എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. അതായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു സപ്പോർട്ടിൽ അല്ല. അപ്പൊ നമുക്കത് ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോ ഒരു ലൈനില് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോ ഒരു DB വെച്ചിട്ട് താഴേക്ക് എടുത്ത് പോസ്റ്റ് തന്നെ അതല്ല, നമ്മുടെ ഒരു PSC ഇപ്പോൾ സപ്പോർട്ടിൽ നിന്ന് 4 സിംഗിൾ ഫേസ് സർവീസ് കണക്ഷനെ പാടുള്ളൂ എന്നുള്ളത് CA റെഗുലേഷനിൽ എവിടെയോ പറയുന്നുണ്ട്. 3 ഫേസ് ആണെങ്കിലോ? 3 ഫേസ് ആണെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നോക്കാം. അത് പിന്നെ ഒരു സപ്പോർട്ടിൽ നിന്ന് 4 കണക്ഷനെ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വ്യാഖ്യാനിക്കാം. ബഷീർ പറഞ്ഞ പോലെ വ്യാഖ്യാനിക്കാം. 4ലധികം കണക്ഷൻ ആവശ്യപ്പെട്ട് വന്നാൽ പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ അത് പാനൽ ബോർഡ് ഉപഭോക്താവ് വെക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇല്ല, ആ രീതിയിൽ പറയുന്നില്ല. കാരണം അവർക്ക് ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലേ കണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ പറഞ്ഞ് ഡിനൈ ചെയ്യാൻ പറ്റില്ല. 4 നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിനൈ ചെയ്യാൻ പറ്റില്ല. സർവീസ് കണക്ഷൻ ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് ഡിനൈ ചെയ്യാൻ പറ്റും. നോക്കിയാൽ ആ റെഗുലേഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. അതിൽ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? 4ലധികം പറ്റില്ല എന്ന് CA റെഗുലേഷൻ ഉണ്ടെങ്കിൽ അത് 4ലധികം പറ്റില്ല എന്ന് തന്നെയാണ്. സിംഗിൾ ഫേസ് കണക്ഷൻ 4 പറ്റില്ല. 3 ഫേസ് ആകുമ്പോഴോ ഒരു ലൈനിൽ തന്നെ 4ലധികം കണക്ഷൻ ആണോ? ഒരു ലൈനിൽ 4. അപ്പൊ 3 ഫേസ് ലൈൻ ആണെങ്കിൽ 3 4 12 കണക്ഷൻ കൊടുക്കാണ്ടാവും.
അതെ, സിംഗിൾ ഫേസ് 12ഉം 3 ഫേസ് 3ഉം. ആ 3 ഫേസ് 3. അങ്ങനെ ആ ഒരു വ്യാഖ്യാനമാണെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ 12 കണക്ഷനിലധികം വന്നാൽ ചിലപ്പോൾ നമ്മൾ പാനൽ ബോർഡ് വേണമെന്ന് പറയേണ്ടി വരും. പക്ഷെ അത് പോയിന്റ് ഓഫ് സപ്ലൈ വരെയുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അത് നമ്മുടെ സപ്ലൈ കോഡിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. CA റെഗുലേഷനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടി വരും. ചിലപ്പോൾ കണക്ഷൻ കൊടുക്കാവുന്ന സംവിധാനം നമുക്കത് നോക്കാം. ഡിനേ ചെയ്യാൻ പാടാണ് ഇത് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അഡീഷണൽ സപ്പോർട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. ഒരു പോസ്റ്റ് മറ്റൊരു പോസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ റിലേഷൻ തെറ്റിക്കൊള്ളുമല്ലോ. അപ്പോൾ ഒരു പോസ്റ്റിന് പകരം നമ്മൾ വേറൊരു പോസ്റ്റും കൂടി ഇട്ടിട്ട് കണക്ഷൻ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു CA റെഗുലേഷൻ ഉണ്ടെങ്കിൽ തൊട്ടടുത്തൊരു സപ്പോർട്ട് ഇടുക, ആ സപ്പോർട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുക. മെയിൻ സപ്പോർട്ടിൽ നിന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കേണ്ടി വരും അവിടെ പാനൽ ബോർഡ് ഇല്ലെങ്കിൽ. അപ്പൊ അതൊരു ഷാബി ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരും. അടുത്തൊരു ചോദ്യം അനിൽകുമാറാണ് ചോദിച്ചത്. ഒരു ഫീൽഡിൽ സാധാരണ രീതിയിൽ HT കണക്ഷൻ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ്. ഈ കോൺട്രാക്ട് ഡിമാൻഡ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ CTPT മാറ്റാൻ പറയാറുണ്ട്. അങ്ങനെ CTPT മാറ്റേണ്ടതുണ്ടോ അല്ലെങ്കിൽ മാറ്റേണ്ടത് ആരാണ് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. CTPT മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമ്മുടെ 0.2s ക്ലാസ്സിലുള്ളതായിരിക്കണം പുതിയ എല്ലാ CTPT-യും. അങ്ങനെ ഒരു കോൺട്രാക്ട് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 0.2s ക്ലാസ്സിലേക്ക് അത് വന്നിട്ടില്ല എങ്കിൽ മാറ്റാൻ ആവശ്യപ്പെടാം. പ്രാഥമികമായിട്ട് നമ്മുടെ ഒരു കണക്ഷന്റെ കാര്യത്തിൽ പറയുന്നത് ഉപഭോക്താവ് തയ്യാറല്ലെങ്കിൽ ലൈസൻസിയാണിത് മാറ്റേണ്ടത്. അതിനുള്ള വാടക, അതിനുള്ള ഡെപ്പോസിറ്റ് നമുക്ക് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാനേ പറ്റൂ. ഒന്നുകിൽ ഉപഭോക്താവ് വില്ലിംഗ് ആയിട്ട് എനിക്ക് ആവശ്യമുള്ള CTPT സംവിധാനങ്ങളും മുഴുവനായിട്ടും ഞാൻ വാങ്ങിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപഭോക്താവിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് മീറ്ററിംഗ് കൊടുക്കാം. ഇനി ഉപഭോക്താവ് അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എങ്കിൽ അയാൾക്ക് കോൺട്രാക്ട് ഡിമാൻഡ് മാറ്റുകയും വേണം എങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ കണ്ടെത്തിയേ മതിയാവും. അപ്പൊ അതിനുള്ള സംവിധാനമുണ്ട്. ഒരു മാസം ഇന്ന മീറ്റർ റെന്റ് ഒക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ റെന്റ് വാങ്ങിച്ചുകൊണ്ടും ഇതിനാവശ്യമായ ഡെപ്പോസിറ്റ്, മീറ്ററിന്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് മീറ്ററിന്റെ യഥാർത്ഥ കോസ്റ്റ് ആണ് മീറ്റർ ഡെപ്പോസിറ്റ് ആയിട്ട് പറയുന്നത്. ആ കോസ്റ്റ് എത്രയാണോ വരിക ആ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആയി വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. പിന്നെ 0.2s ക്ലാസ്സിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ റേഞ്ച് നോക്കിയിട്ട് ചില സ്ഥലങ്ങളിൽ മീറ്റർ CTPT മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ മീറ്റർ ഒക്കെ തന്നെ TOD മീറ്റർ ആയതുകൊണ്ട് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ലോ റേഞ്ചിലുള്ള വൈദ്യുതി വന്നാലും നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ 20% റേറ്റഡ് കറണ്ടിന്റെ 20% വരെ താഴ്ന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ആ അതേ CT സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ആ കണക്ഷൻ കോൺട്രാക്ട് ഡിമാൻഡ് കുറക്കാം. അപ്പോൾ 1000 കിലോവാട്ട് KVA കണക്റ്റഡ് ലോഡുള്ള ഒരു സംവിധാനത്തിൽ നിലവിലുള്ള വെച്ചിരിക്കുന്ന CTയുടെ റേഞ്ച് അതിന്റെ 20% ലോഡ് കോൺട്രാക്ട് ഡിമാൻഡ് താഴ്ത്തിയാലും നമുക്കത് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ CT റേഞ്ച് കൂടിയതാണെങ്കിൽ ഇപ്പൊ 1000 വെക്കേണ്ട സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന CT ചിലപ്പോൾ 1300 വരെയോ 1200 വരെയോ റേഞ്ചിലുള്ള CT ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ 1200ന്റെ 20% വരെ താഴ്ത്തി കൊടുക്കാം. ഏറ്റവും 20% താഴെ പോകുമ്പോഴേ പുതിയ CT റേഞ്ചിലേക്ക് പോകേണ്ടതുള്ളൂ. റേഞ്ചിന്റെ CTയുടെ റേഞ്ചിന്റെ 20% വരെ താഴ്ത്താം. 20% താഴ്ത്താന്നല്ല, 20% വരെ താഴ്ത്താം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് റെഗുലേറ്ററി കമ്മീഷനുള്ള ഒരു OPയിൽ റെഗുലേറ്ററി കമ്മീഷൻ ഓർഡർ ആക്കിയിട്ടുള്ളത്. അതുപോലെ ഷബീബ് ഷാ പൊന്നാനി ചോദിച്ചിരിക്കുന്നത് പിന്നെ പുതിയ കണക്ഷന് ഇപ്പൊ നിലവിൽ ഓൺലൈൻ പിന്നെ സംവിധാനമുണ്ട്, അതുപോലെ മറ്റുള്ള സർവീസസിനും ഓൺലൈൻ സംവിധാനം അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന്. അത് പൊതുവെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് ഉടൻ തന്നെ ഓൺലൈൻ സംവിധാനം എല്ലാത്തിനും വരാനുള്ള പരിപാടി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് 1-2 സെക്ഷനിൽ അതിന്റെ ടെസ്റ്റ് റൺ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു നിശ്ചിത സമയം അവിടെ ടെസ്റ്റ് റൺ പൂർത്തിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും അത് ഇംപ്ലിമെന്റ് ചെയ്യും. എന്നാലും അത് വളരെ പെട്ടെന്ന് എല്ലാ സർവീസുകളും, പ്രധാനപ്പെട്ട എല്ലാ സർവീസുകളും ഓൺലൈൻ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഓൺലൈൻ സർവീസ് കണക്ഷന്റെ പ്രിന്റ് ഔട്ടിൽ അപേക്ഷയിൽ ഒപ്പിടേണ്ടതില്ലേ? ഇത് എപ്പോഴാണ് ഒപ്പിടേണ്ടതെന്നാണ് ചോദ്യം.
ആ സമയക്രമത്തിൽ പറയുന്നത് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപേക്ഷ ഫോറം പ്രിന്റ് എടുത്ത് ഒപ്പിട്ട് പരിശോധനാ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാനാണ് പറയുന്നത്. ഇമ്മാനുവൽ ആന്റണി ചോദിച്ചിരിക്കുന്ന ചോദ്യം പിന്നെ നമ്പർ ഇല്ലാതെ കെട്ടിടത്തിന് നോൺ ഡൊമസ്റ്റിക് കണക്ഷൻ കൊടുക്കുമോ എന്നുള്ളതാണ്. കെട്ടിടത്തിന്റെ നമ്പർ ഒരു കണക്ഷനും നിർബന്ധമല്ല എന്ന് നമ്മുടെ EODBയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെട്ടിടത്തിന്റെ നമ്പർ അല്ല, കെട്ടിടത്തിന്റെ ഉടമസ്ഥത, ഏതെങ്കിലും ഒരു ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയാൽ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ദീപു ഓമനക്കുട്ടൻ നേരത്തെ പറഞ്ഞ ഒരു സംശയത്തിന്റെ ഒരു തുടർച്ചയാണ്. ഇപ്പം 3 ഫേസ് ലോഡ് വരുന്നത്, അത് 5 കിലോ വാട്ടിന് മേലെ ലോഡ് വരുന്ന അവിടെ 3 ഫേസ് കണക്ഷൻ തന്നെ എടുക്കണം, സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ അവിടെ 3 ഫേസ് സപ്ലൈ വരുമ്പോൾ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിക്ലറേഷൻ നമ്മൾ മുന്നേ ചെയ്യുന്ന പോലെ എഴുതി വാങ്ങി സിംഗിൾ ഫേസ് കണക്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സപ്ലൈ കോഡ് പ്രകാരം സിംഗിൾ ഫേസ് കണക്ഷന്റെ മാക്സിമം കണക്ടർ ലോഡ് 6000 വാട്ട്സ് ആണ്. 5000 വാട്ട്സ് വരെ നോർമലും, സ്പെഷ്യൽ കേസിൽ 1000 വാട്ട്സും കൂടി കൂട്ടി 6000 വാട്ട്സ് ആണ്. 6000 വാട്ട്സിന് അപ്പുറം ഒരു ലോഡിൽ സിംഗിൾ ഫേസ് കണക്ഷൻ കൊടുക്കാൻ നിർവാഹം ഉണ്ടാവില്ല. ഒരു ഫക്രു പാതാളം എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: നിലവിൽ ഒരു വ്യവസായ കണക്ഷനാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിക്സഡ് ചാർജ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്? ഒരു 1 കിലോ വാട്ട് ലെവലിലേക്ക് അത് കുറയ്ക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അത് നിലവിൽ 3 ഫേസ് കണക്ഷൻ ആണോ? അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ കണക്ഷൻ എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് എടുക്കുന്നതിനും തടസ്സമില്ല. കോൺട്രാക്ട് ഡിമാൻഡ് കുറക്കാനും ഇല്ല. സിംഗിൾ ഫേസ് അയാളുടെ പർപ്പസുമായി ബന്ധപ്പെട്ടുന്ന ഏത് ലോഡിലേക്കും അയാൾക്ക് ലോഡ് റെഗുലറൈസ് ചെയ്ത് ലോഡ് റെഡ്യൂസ് ചെയ്തിട്ട് കണക്ഷൻ നിലനിർത്താം. കൺവേർഷൻ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അതിന്റെ കോസ്റ്റ് അയാൾ അടക്കേണ്ടി വരും. ജഗദീശൻ മറ്റു കൂടുതൽ സംശയങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനി സൂമിലുള്ള ആർക്കെങ്കിലും മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിലേക്ക് കടക്കാൻ തോന്നുന്നു. ഓക്കെ, അതായിരിക്കും നല്ലത്. സമയം 9 മണിയാവാനാവുന്നു. ഇന്നത്തെ ഈ സെഷൻ നമ്മൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ സെഷനിൽ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ലജീസ് എയെ ക്ഷണിച്ചോളുന്നു. ഹലോ. പറയാം ലതീഷ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വൈദ്യുതി കണക്ഷൻ നടപടിക്രമങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ടാമത്തെ വെബിനാറാണ് KSCB-OA സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സും എടുത്തത് നമ്മുടെ JP സാറാണ്. ഇന്നും നല്ല രീതിയിലുള്ള ക്ലാസ് മാത്രമല്ല, ചർച്ചകളും നല്ല രീതിയിൽ നടക്കുകയുണ്ടായി. ഇന്നലെയും വേറെ വിഷയത്തെ ആസ്പദമാക്കി കൺസ്യൂമർ ക്ലിനിക്ക് ക്ലാസ് സംഘടിപ്പിച്ചു. എന്നാലും നല്ല പങ്കാളിത്തം തന്നെ ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സിലുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഫേസ്ബുക്ക് ലൈവിലും ധാരാളം ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിഷയം നല്ല രീതിയിൽ അവതരിപ്പിച്ച OAയുടെ സോണൽ സെക്രട്ടറി ജയപ്രകാശ് സാറിനെ, CDP കമ്മിറ്റിയുടെ പേരിലുള്ള
അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും നല്ല രീതിയിലുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് അംഗങ്ങളെ, വയയുടെ അംഗങ്ങളെ, വയല്ല KSEBിയിലെ ഓഫീസർമാരാണ് കൂടുതലുള്ളത്. ഓഫീസർമാരെ, KSEBിയിലെ ജീവനക്കാരെ CDP കമ്മിറ്റിക്ക് വേണ്ടി നന്ദി, CDP കമ്മിറ്റിയുടെയും വയയുടെയും നന്ദി അറിയിക്കുകയാണ്. ഇനിയും നമ്മൾ ഈ വിഷയങ്ങളിൽ നല്ല രീതിയിലുള്ള ക്ലാസ്സാണ്. നമ്മളെ ഓഫീസുകളൊക്കെ ഇതിൽ നിന്നുള്ള ഈ ഉപഭോക്താക്കളും ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല അവബോധമുണ്ട്. ഫേസ്ബുക്കിലൂടെ നല്ല റീച്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം തന്നെ നമ്മുടെ ഓഫീസുകൾക്ക് ഇപ്പം തന്നെ ഉണ്ട്. എന്നാലും കുറച്ചും കൂടി ഈ നമ്മുടെ വൈദ്യുതി അവകാശം അല്ലെങ്കിലും അവകാശമാണ് എന്ന് പറഞ്ഞ ആശയത്തോട് യോജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.